അല്ല അല്ല, വിജ്ഞാനപരം ഒരു തവണ കഴിഞ്ഞ ആൾക്കാരല്ലേ? അതെ അതെ. അങ്ങനെ ശരി. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. തഥാഗതയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആ, നമുക്ക് ത്രിപുര രഹസ്യമാണെന്ന് ഇന്നു മുതൽ ഡിസ്കസ് ചെയ്യുന്നത്. പലരും ഈ പുതിയ കുറച്ച് പേരുണ്ട്, അത് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പലരും ഈ ക്ലാസ്സുകൾ എങ്ങനെയാണ് പോകുന്നത് എന്നറിയാത്ത കുറച്ച് പേരുണ്ട്, അവരോടാണ് ആദ്യം പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും 8 മണിക്കാണ്. തുടർച്ചയായിട്ടാണ് ക്ലാസ്സുകൾ പോവാറ് എങ്കിൽ പോലും രാംജിയുടെ എന്തെങ്കിലും ആ, യാത്രയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ മാത്രം മുൻകൂട്ടി നമ്മൾ പരമാവധി ഗ്രൂപ്പിൽ അറിയിക്കും, ഇന്നത്തെ ദിവസം ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ. ആ, അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ത്രിപുര രഹസ്യത്തിൻ്റെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് രാജു പറഞ്ഞെങ്കിലും നമുക്ക് ക്ലാസ് എടുക്കേണ്ട വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാരണം വളരെ കുറച്ച് പേരെങ്കിലും പുതിയ ആൾക്കാരുണ്ട്, തീരെ അറിയാത്ത ആൾക്കാരുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അഭിനവ്തയുടെ അഭിനവ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറായ ഡോക്ടർ ആർ രാമാനന്ദ്, നമ്മൾ രാംജി എന്ന് വിളിക്കുന്ന രാമാനന്ദ് സാറാണ് ഈ സെഷൻ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓരോ ഈ പരിപാടിയിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ വ്യക്തികളെയും വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ തഥാഗത ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ സെഷനിലേക്ക് കിടക്കാം. എന്താണ് ഇതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേൾക്കാം. രാംജി, ഓവർ ടു യു. തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും മുമ്പിൽ കാണുന്ന എല്ലാവരും പരിചയക്കാരായതുകൊണ്ട് വല്ലാതെ എന്താ പറയാ, ഔപചാരികതകളില്ലാതെ തുടങ്ങാം. ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിചയക്കാരെ ധാരാളം കണ്ടുകൊണ്ടാണ് ഔപചാരികതകൾ ഒഴിവാക്കിയെന്ന് വിചാരിച്ചാൽ മതിയേ. ശരി. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്തോ കാരണം കൊണ്ട് ഞാൻ എപ്പോഴും കൂടുതൽ എനിക്ക് എടുക്കാൻ ഇഷ്ടമുള്ള വിഷയം ശൈവ വിഷയങ്ങളാണ്. ആ, ശിവസൂത്രവും വിജ്ഞാനപരതന്ത്രവും അങ്ങനെയുള്ള ശൈവ വിഷയങ്ങൾ എടുക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും ശൈവത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. കാര്യം, ഒരു ശൈവ വിഷയം എടുത്താൽ ഇപ്പോൾ വിജ്ഞാന ഭൈരവതന്ത്രമാണ് കഴിഞ്ഞ തവണ എടുത്തത്. അടുത്ത വിഷയം എന്തെടുക്കണമെന്ന് ആലോചിക്കുമ്പം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു ശാക്തേയ വിഷയമാണ്. അപ്പം അതുകൊണ്ട് ശിവശക്തി എന്നുള്ള ഒരു ബാലൻസിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിശ്ചയമായിട്ട് ഞങ്ങളാരും പ്ലാൻ ചെയ്തിട്ട് ഒരു ശിവ ടോപ്പിക് എടുത്താൽ അടുത്ത ശക്തി ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സംഭവിക്കുന്നതല്ല. ഇത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ്, വേറെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ത്രിപുര രഹസ്യം എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ത്രിപുര രഹസ്യം കുറേ കാലം മുമ്പ്, എനിക്ക് എൻ്റെ ഓർമ്മ, ഗുരുനാഥൻ എനിക്ക് വളരെ മുമ്പ് ഒരു +1 പഠിക്കുമ്പോഴാണ് ത്രിപുര രഹസ്യം ടെക്സ്റ്റ് തന്നിട്ട് വായിക്കാൻ പറഞ്ഞത്. അപ്പം അന്ന് വായിച്ചിട്ടൊന്നും കാര്യമായിട്ട് മനസ്സിലായില്ല. ഇപ്പോഴും അത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അഭിപ്രായമില്ല. എന്നാലും മനസ്സിലായത് നമുക്ക് എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുക. ത്രിപുര രഹസ്യം ശാക്തതന്ത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ത്രിപുര രഹസ്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം ഇതിനു മുമ്പേ നടത്തിയിട്ടുണ്ടാവുമല്ലോ. മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണല്ലോ. അപ്പോൾ ഈ ഗൂഗിൾ വെച്ചിട്ട് നമ്മൾ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടാവും ത്രിപുര രഹസ്യം എന്താണ് സാധനം എന്നൊക്കെ. ചില ചില ആളുകളെങ്കിലും, എന്നെ പരിചയമുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാത്ത ആളുകൾ ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്താണ് ഇത് പരിപാടി എന്നറിയാൻ വേണ്ടി ചിലപ്പം ത്രിപുര രഹസ്യം നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ ത്രിപുര രഹസ്യം എന്താണെന്ന് നോക്കിയ ആളുകളുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള ഒരു ഡേറ്റ ഇങ്ങനെയായിരിക്കും. അദ്വൈത വേദാന്തത്തിൻ്റെ വളരെ പ്രാമാണികമായ ഒരു ഗ്രന്ഥമായാണ് ത്രിപുര രഹസ്യത്തെ കണക്കാക്കുന്നത് എന്നാണ്. അപ്പം അദ്വൈത വേദാന്തത്തിൻ്റെ പ്രാമാണികമായ ഗ്രന്ഥമായിട്ടാണ് ത്രിപുര രഹസ്യത്തെ കണക്കാക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ഇത്രയും കാലം നമ്മൾ താന്ത്രിക വിഷയങ്ങൾ എടുക്കുന്നത്, നമ്മൾ എന്താണ് ഒരു അദ്വൈത ടെക്സ്റ്റ് എടുക്കുന്നത്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ എടുക്കുന്നത്, അങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ പോലും അങ്ങനെ ഒരു ചോദ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അദ്വൈത വേദാന്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ് ത്രിപുര രഹസ്യം എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഭഗവാൻ രമണ മഹർഷി വളരെയധികം
ഉപയോഗിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സത്സംഗങ്ങളിൽ വളരെയധികം ഉപയോഗിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ത്രിപുര രഹസ്യം. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ ലഭ്യമല്ലാതിരുന്ന ആ കാലത്ത്, ഇന്നും ലഭ്യമാണ്, പക്ഷെ പലതും നമുക്ക് ടെക്സ്റ്റ് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പല ഭാഗത്തും ശ്ലോകങ്ങളും ഇതൊക്കെ മാറ്റവും ഒക്കെ വന്നിട്ടാണ്. അങ്ങനെയുള്ള ത്രിപുര രഹസ്യത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യരോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഒരാൾ അത് ഏറ്റെടുക്കുകയും പിന്നീട് പിൽക്കാലത്ത് രാമാനന്ദ സരസ്വതി എന്ന് അറിയപ്പെടുകയും ചെയ്ത ഒരു മഹാത്മാവ് ത്രിപുര രഹസ്യത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. സ്വാഭാവികമായും രമണ മഹർഷി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വരിക അദ്വൈത വേദാന്തിയായിട്ടുള്ള രമണ മഹർഷി എന്നാണ്. അങ്ങനെ മനുഷ്യന്മാരെ, പ്രത്യേകിച്ച് മഹാത്മാക്കളെ, അവധൂതരെ, ഋഷികളെ, ഇവരെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ നോക്കിയാൽ ആദിശങ്കരനെ തന്നെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ആദിശങ്കരനെ തന്നെ അദ്വൈത വേദാന്തത്തിന്റെ മാത്രം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. സൗന്ദര്യലഹരിയുടെ കർത്തൃത്വം ശങ്കരനിൽ ആരോപിക്കുകയാണെങ്കിൽ സൗന്ദര്യലഹരി ഒരു വലിയ താന്ത്രിക ഗ്രന്ഥമാണ്. പ്രപഞ്ചസാരത്തിന്റെ കർത്തൃത്വം ശങ്കരനിൽ ആരോപിച്ചാൽ പ്രപഞ്ചസാരം ഒരു താന്ത്രിക ഗ്രന്ഥമാണ്. ശ്രീവിദ്യാസാധനയുടെ പന്ഥാവിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ ശങ്കരൻ ഗുരുസ്ഥാനീയനാണ്. അപ്പോൾ അത് തന്ത്രത്തിന്റെ ഭാഗത്താണ് നമ്മൾ ശങ്കരനെ കാണുന്നത്. താന്ത്രികനായ ഒരു ശങ്കരാചാര്യൻ, ഒരു പുസ്തകം എഴുതണം സത്യത്തിൽ, താന്ത്രികനായ ഒരു ശങ്കരാചാര്യൻ. അടി കിട്ടുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എഴുതണം. താന്ത്രികനായ ശങ്കരാചാര്യർ, താന്ത്രികനായിട്ടുള്ള ഒരു ശങ്കരാചാര്യരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കൂ, തനിത്താന്ത്രികനായി ആണ് നമുക്ക് രാമകൃഷ്ണ പരമഹംസരെ പരിചയം ഉണ്ടാവുക. അദ്ദേഹത്തെ വായിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചാൽ നമുക്ക് കാണുക തനിത്താന്ത്രികനായിട്ടുള്ള ഒരു പരമഹംസനെയാണ്. കാളിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ. കാളിയോടുള്ള അപാരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയവായ്പകൾ കൊണ്ടല്ല ഞാൻ അദ്ദേഹത്തെ താന്ത്രികൻ എന്ന് വിളിക്കുന്നത്. മറിച്ച് ഭൈരവി ബ്രാഹ്മണിയുടെ അടുത്ത് നിന്ന് എല്ലാ വിധത്തിലുള്ള താന്ത്രിക ക്രിയകളും അഭ്യസിച്ച ഒരു മഹാത്മാവ് എന്നുള്ള നിലയ്ക്ക് 64 തരം തന്ത്രങ്ങളും അഭ്യസിച്ചു. അതിൽ തന്നെ ശ്മശാന സാധനയും കപാല സാധനയും മകാരങ്ങളുള്ള സാധനയും ഒക്കെ അനുഷ്ഠിച്ചു. വിവേകാനന്ദ സ്വാമി പിൽക്കാലത്ത് രാമകൃഷ്ണൻ, ഞാൻ മുമ്പേ ഏതൊക്കെയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുകയാണ്. രാമകൃഷ്ണദേവന്റെ ആത്മകഥ, ആത്മകഥയല്ല, ബയോഗ്രഫി, ജീവചരിത്രം മറ്റൊരു ശിഷ്യൻ രേഖപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ച്, ഇത്തരം വിവരങ്ങളൊക്കെ എഴുതിയ സമയത്ത് അദ്ദേഹത്തെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. എൻ്റെ ഗുരുനാഥന്റെ ഘോരവും അതിഘോരവുമായിട്ടുള്ള സാധനാ രീതികളെ കുറിച്ച് പുസ്തകത്തിൽ എഴുതാൻ പാടില്ല എന്ന് വിലക്കുന്നുണ്ട്. ഞാൻ എൻ്റെ PhD ഒരു ഭാഗം അത് എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമിയുടെ അതികഠിനമായിട്ടുള്ള നിഷ്കർഷ താന്ത്രികനായ രാമകൃഷ്ണദേവനെ കുറിച്ച് പുറത്ത് പറയരുത് എന്നുള്ള നിഷ്കർഷം. കാലത്തിന്റെ കാവ്യനീതി എന്നോ എന്തോ പറയാൻ പറ്റില്ല, ഈ കാര്യം പുറത്തങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ രാമകൃഷ്ണ മിഷൻ തന്നെ ഒരു വട്ടം താന്ത്രികനായ രാമകൃഷ്ണദേവനെ കുറിച്ച് സംസാരിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ച് താന്ത്രികനായ രാമകൃഷ്ണദേവൻ എന്നൊരു ടോക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ ഉണ്ടാവും, രാമകൃഷ്ണ മിഷന്റെ സൈറ്റിലുണ്ട്, വെബ്സൈറ്റിൽ, ഇതിൽ യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അതിൻ്റെ അകത്ത് ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് താന്ത്രികനായിട്ടുള്ള രാമകൃഷ്ണദേവനെ മറച്ചു വെക്കാൻ വേണ്ടി ഒരു ശ്രമം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ മുൻനിർത്തി നമുക്ക് സംസാരിക്കാം. അതിൻ്റെ ഉദ്ദേശശുദ്ധി വേറെ ഒന്നുമല്ല, തന്ത്രം എല്ലാവർക്കും എളുപ്പത്തിൽ ഇടപെടാവുന്ന ഒന്നല്ല. തിരിച്ചാണ് എല്ലാവരും പറയാ. എല്ലാവരും പറയാ താന്ത്രികമായിട്ടുള്ള ക്രിയകളൊക്കെ ചെറിയ മനസ്സുകൾക്കും അദ്വൈത വേദാന്തം ഉയർന്ന ആളുകൾക്കും എന്നാ പറയാ. പക്ഷെ എൻ്റെ അഭിപ്രായം തിരിച്ചാ. എനിക്ക് തോന്നുന്നു വിവേകാനന്ദ സ്വാമിയുടെ അഭിപ്രായം തിരിച്ചാണ്. തന്ത്രം കൈകാര്യം ചെയ്യാൻ നമുക്ക് സാമാന്യത്തിലും അധികം ധൈര്യവും ധിഷണയും ഉറപ്പും വേണം. ഇല്ലെങ്കിൽ അപകട. എല്ലാം നിരസിക്കുകയും എല്ലാം നിരസിക്കുന്ന ഒരു സിദ്ധാന്തത്തെയും എല്ലാം സ്വീകരിക്കുന്ന ഒരു സിദ്ധാന്തത്തെയും
ഒരുമിച്ച് നമ്മുടെ മുമ്പിൽ വെക്കുക. എന്നിട്ട് പറയാ, എല്ലാം നിരസിച്ചുകൊണ്ട് ഈശ്വരന്റെ പാതയിൽ സഞ്ചരിക്കുക, എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈശ്വരന്റെ പാതയിൽ സഞ്ചരിക്കുക. ഇതിൽ ഏതാണ് ബുദ്ധിമുട്ട് എന്ന ചോദ്യത്തിന് ഉറപ്പായിട്ടും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈശ്വരന്റെ പാതയിൽ സഞ്ചരിക്കുന്നതായിരിക്കും ബുദ്ധിമുട്ട്. കാരണം അവിടെയാണ് ചാലഞ്ചസ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. സംശയം എന്താ? ഒരു സംശയമില്ല. ഒരു സന്യാസിക്ക് ഉണ്ടാവുന്നതിലും എത്രയോ യഥാർത്ഥ സന്യാസിക്ക്, സന്യാസ വേഷം കെട്ടിയ ആൾക്കാരല്ല ഞാൻ പറയുന്നത്, ഒരു സന്യാസിക്ക് ഉണ്ടാകുന്നതിലും എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടുകളും ചാലഞ്ചസും ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഈ മാർഗത്തിൽ സഞ്ചരിക്കുമുണ്ടാവും. ഒരു സംശയമില്ല കാര്യത്തിൽ. ആ ഗൃഹസ്ഥാശ്രമി തന്ത്രം പോലത്തെ ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പം അത് ഇരട്ടിയാവുക, അത് ഇരട്ടിക്കുക ചെയ്യുക. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഉണ്ടാവാവുന്ന ബുദ്ധിമുട്ടുകളെ ആംപ്ലിഫൈ ചെയ്ത അത് തന്ത്രമായി. മനസ്സിലായോ? ഒരു ഗൃഹസ്ഥാശ്രമിക്ക് സംഭവിക്കാവുന്ന ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ആംപ്ലിഫൈ ചെയ്താൽ ഒരു താന്ത്രികന്റെ പാതയായി. ഒരു സംശയമില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മെച്യൂരിറ്റി ഇല്ലാത്ത മനുഷ്യന്മാർക്ക് ഇടപെടാൻ പ്രയാസമുള്ള ഒന്നാവും തന്ത്രം എന്നുള്ളത് കൊണ്ട് രാമകൃഷ്ണദേവൻ കപാല സാധന ചെയ്തു എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും കപാല സാധനയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അപകടം ഉണ്ടാവും. രാമകൃഷ്ണദേവൻ ഇതൊക്കെ ചെയ്തില്ലേ അങ്ങനെ പറയും ആൾക്കാർ അങ്ങനെയാണല്ലോ. ആളുകൾ തനിക്ക് മുമ്പുള്ള മോഡൽസിനെ വെച്ചിട്ടാണ് പറയുക. ആരോടെ കമ്പയർ ചെയ്യുന്നതൊന്നുമില്ല. സിനിമയെക്കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ട്. സിനിമയിൽ മുഖ്യ നടൻ കള്ളു കുടിക്കുന്നോണ്ട് എന്താണ്, ആ കുട്ടികളൊക്കെ കള്ളു കുടിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യ, സിനിമയിൽ മുഖ്യ നടൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതെന്താ ചെയ്യാത്ത? അത് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ ഏറ്റവും എളുപ്പം നമ്മുടെ വാസന അനുസരിച്ചാണ് ഇൻസ്പിറേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് വാസനാക്ഷയം സംഭവിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ വാസനാക്ഷയം എന്നുള്ള വാക്ക് മാറ്റാം, വാസനകളെ യഥാർത്ഥ രീതിയിൽ ഇടപെടാൻ പറ്റാത്ത ഒരാളിലേക്ക് പെട്ടെന്ന് തന്ത്രം കടന്നു വരുന്ന സമയത്ത് തന്ത്രം ഒരു ഷെയ്ക്ക് ഉണ്ടാക്കും. പക്ഷെ തന്ത്രം അങ്ങനെ കുലുക്കിയിട്ടാണ് അത് കളയാന്നുള്ളതാണ്. അങ്ങനെ പ്രത്യേകത തന്ത്രത്തിനുണ്ട്. ആ കുലുക്കം ഉറപ്പായിട്ടും കുലുക്കും. അതിലാണ് വിത്തറിങ് എവേ, എല്ലാം അങ്ങനെ ചേറ്റിക്കൊഴിക്കുക എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ. ചേറ്റിക്കൊഴിക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ നെല്ലൊക്കെ ഇട്ടിട്ട് അമ്മമാരൊക്കെ ഇങ്ങനെ ചേറ്റിക്കൊഴിക്കൂലേ, അതുപോലെയാണ് പരാശക്തി ഇങ്ങനെ ചേറ്റിക്കൊഴിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മളെയാണ് പിടിച്ചിട്ടിരിക്കുന്നതെന്നുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാവിധ മാനം, അഭിമാനം, അഹങ്കാരം, പൈസ, ആരോഗ്യം, ഇതൊക്കെ അങ്ങനെ ചേറ്റിക്കൊഴിക്കും. അങ്ങനെ ഒരു കൊഴിക്കൽ നടത്തും. എന്തിന്? ആ യഥാർത്ഥത്തിലുള്ള തത്വത്തിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് താരതമ്യേന അല്ലെങ്കിൽ പ്രായേണ ബുദ്ധിമുട്ടേറിയ മാർഗമാണ് തന്ത്രം എന്ന് പറയാം. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ തന്ത്രത്തിന് എപ്പോഴും ഒന്ന് ഡൗൺ പ്ലേ ചെയ്യാൻ ആചാര്യന്മാരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ആഴത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്ത്രത്തിൻ്റെ അതിശക്തമായ സ്വാധീനം കാണാൻ സാധിക്കുന്നുണ്ട്. രമണ മഹാശയനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വരച്ചിട്ടുള്ള ശ്രീചക്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്വൈത വേദാന്തിയായിട്ടുള്ള ഒരു മഹാത്മാവ് എന്തിനാണ് ശ്രീചക്രത്തെ വരയ്ക്കുന്നത്? ശ്രീചക്രം ഒരു താന്ത്രികമായ കൽപ്പനയാണ്. അതേപോലെ ശങ്കരാചാര്യ പാരമ്പര്യത്തിലേക്കും ആദിശങ്കരനെ തന്നെ നോക്കിയാലും അതിൽ തന്നെ ശ്രീചക്രത്തിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കും, മേരുവിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കും, ശ്രീവിദ്യയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും, ഒക്കെ കാണാൻ. അപ്പൊ കേവലമായ അദ്വൈതവാദത്തിന്റെ അപ്പുറത്ത് ഒരു പരാദ്വൈതത്തിന്റെ, ഒരു പരമാദ്വൈതത്തിന്റെ ഒരു യാഥാർത്ഥ്യത്തെ പുൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേവലം ബൗദ്ധികമായ ബുദ്ധിപരമായിട്ടുള്ള കളി കൊണ്ട് മാത്രം കാര്യം നടക്കൂല, മറിച്ച് അനുഭൂതിയിലേക്ക് കൂടെ കടന്നു വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഒരു വ്യക്തിക്ക് വികാസം ഉണ്ടാവുകയുള്ളൂ. ബുദ്ധി കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നമ്മളൊക്കെ എന്നോ രക്ഷപ്പെട്ടേനെ. ബുദ്ധി കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നമ്മളൊക്കെ എന്നോ രക്ഷപ്പെട്ടേനെ.
ബുദ്ധി കൊണ്ട് രക്ഷപ്പെടാവുന്നതിന്റെ പരമാവധിയാണ് മനുഷ്യന് സംഭവിച്ചിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള എവല്യൂഷൻ. പറഞ്ഞ മനസ്സിലായോ? ബുദ്ധി കൊണ്ട് സംഭവിക്കാവുന്നതിന്റെ പരമാവധിയാണ് ഫിസിക്കലായിട്ടുള്ള എവല്യൂഷൻ. മനുഷ്യനും കുരങ്ങനും ഉണ്ടായിരുന്ന പൊതു പൂർവികനിൽ നിന്ന് മനുഷ്യൻ ഹോമോസേപ്പിയൻസിലേക്ക് വരുന്നത് ബുദ്ധിയുടെ വികാസത്തോടു കൂടിയാണ്. അത് അതിന്റെ പൂർണ്ണതയിലെത്തി. ഇനിയിപ്പോൾ അത് താഴോട്ടാ പോവുക, കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞു. എവല്യൂഷന്റെ നിയമം അനുസരിച്ച് തന്നെ ഉപയോഗിക്കാത്ത വസ്തുക്കൾ ചുരുങ്ങി 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 പോകുന്ന പറയുന്നത്. അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോയതാണ് വാല്. അടുത്തത് തലയാണ് ചുരുങ്ങി ചുരുങ്ങി പോകാൻ പോകുന്നത്. കാര്യം ഒരു കത്ത് എഴുതണം പോലും ആൾക്കാർ ChatGPT-യിലാണ് കത്ത് എഴുതുന്നത്, അല്ലേ? അപ്പൊ അവനവന്റെ ബുദ്ധി ഉപയോഗിക്കാതെ ആ നമ്മളെ ബുദ്ധി ചെറുതായി പോകുന്നതല്ല ഞാൻ പറയുന്നത്. അടുത്ത തലമുറ, അതിന്റെ അടുത്ത തലമുറ, അതിന്റെ അടുത്ത തലമുറ ആകുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണ്ട എന്നാണ് ശാസ്ത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി ബുദ്ധി മറ്റെന്തെങ്കിലും ഉപയോഗിച്ചു കൊള്ളും. അപ്പൊ ബുദ്ധിയുടെ പരമാവധി പരമകാഷ്ഠയിലെത്തുകയും അതിന്റെ പരമകാഷ്ഠയിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടാത്ത ഒരു സാധനത്തെ കണ്ടുപിടിക്കുകയും ചെയ്തു. ഏത്? അവനവന്റെ ബുദ്ധി. അതാണല്ലോ. ഇപ്പം മനുഷ്യൻ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ കാരണം ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് സ്രോതസ്സായിരിക്കുന്നത് മടിയാണെന്നാ പറയാ. മടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പലതും കണ്ടുപിടിക്കുന്നത്. എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കാൽക്കുലേറ്റർ, എളുപ്പത്തിൽ എല്ലാം. മടി എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഇന്റലിജൻസ് ഏത് അർത്ഥത്തിൽ വർക്ക് ചെയ്യും? ഈ അർത്ഥത്തിൽ വർക്ക് ചെയ്യും. നെസസിറ്റി. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മടിയുള്ള കാലത്ത് ഞാൻ എന്തൊക്കെ തരത്തിൽ ഇമ്പോസിഷൻ എഴുതാ അറിയുന്നോ എനിക്ക്? നിങ്ങൾക്കൊക്കെ അറിയില്ലേ? എന്തൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് എഴുതുക, രണ്ടെണ്ണം ഒന്ന് എഴുതുക, അങ്ങനെ എന്തൊക്കെ തരത്തിൽ, അല്ലേ? ഏറ്റവും എളുപ്പത്തിൽ അത് തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ മടിയന്മാർ ലോകത്തിന് അനുഗ്രഹമാണ്. വിഷയം മാറിപ്പോകുന്നുണ്ട്, ഞാൻ പറയാം. മടിയന്മാർ ലോകത്തിന് അനുഗ്രഹമാണ്. കാരണം മടിയന്മാരാണ് ലോകത്തിന്റെ ജീവിതം എളുപ്പമാക്കുന്നത്, അല്ലേ? ഒരു ഓഫീസിൽ നിങ്ങൾ മടിയനെയാ ജോലിക്ക് എടുക്കേണ്ടത്, പണിയെടുക്കുന്ന ആളല്ല. പണിയെടുക്കുന്നവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് കൊടുക്കും. മടിയുണ്ടല്ലോ, 10 മിനിറ്റിൽ ആ പണി തീർത്ത് നമ്മളെ കൈ തരും. കാരണം മടിയന് റെസ്റ്റ് എടുക്കണം. ഇന്റലിജന്റ് ആയിട്ടാ. സാധാരണ മടിയനല്ലോട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, ബുദ്ധി മടി എന്നീ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ആ മടിയുടെ പരമാവധിയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. മനുഷ്യ ബുദ്ധിയുടെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തമായിട്ടാണ് അത് പറയേണ്ടത്, അല്ലേ? അത് മനുഷ്യ ബുദ്ധിയുടെ ആണോ മനുഷ്യ മടിയുടെ ആണോ പ്രോഡക്റ്റ് എന്ന് നമുക്ക് നോക്കുക. അല്ലെങ്കിൽ അത് കസ്റ്റമറായി കാണുന്നത് മടിയന്മാരെയാണോ ബുദ്ധിമാന്മാരെയാണോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ബുദ്ധിയുടെ വളർച്ച ഇനി താഴോട്ട് സഞ്ചരിക്കാൻ പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യബുദ്ധിയുടെ പരമകാഷ്ഠ കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒന്നിൽ നമ്മൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് ബുദ്ധിക്കൊരു പരിമിതിയുണ്ട്. ബുദ്ധി കൊണ്ട് ഇനി മുകളിലോട്ടൊരു വികാസം സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഇനി സാധ്യതകൾ തുറന്നു വരാൻ പോവാണ്. ഇത്രയും കാലം ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ട് ഉപദ്രവമായിരുന്നു. ഇനിയിപ്പോൾ അതില്ല. കുറച്ച് കാലത്തേക്ക് അതും ഇല്ല. ഇപ്പൊ ഈ മറ്റേ ന്യൂറോലിങ്ക് ഒക്കെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമാന്മാരെ ബുദ്ധിമുട്ടില്ല. ഭാഷ അറിയുന്ന ആൾക്കാർ, ഗ്രാമർ അറിയുന്ന ആൾക്കാർ, ഇതറിയുന്ന ആൾക്കാർ, ഇവരൊക്കെ റിഡൻഡന്റ് ആയി പോവാ. കാര്യം എന്താ? ലോകത്ത് എന്ത് വിവരം വേണമെങ്കിലും ഒരു മനുഷ്യൻ ആക്സസ് ചെയ്യാൻ പോവാ, അല്ലേ? ഇതല്ലേ ഫ്യൂച്ചർ ഷോക്ക് വരാൻ പോകുന്ന അവസ്ഥ തന്നെ. അപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും പിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് മനുഷ്യന്റെ അവബോധം ഇരിക്കുന്നുണ്ട്, കോൺഷ്യസ്നെസ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന നൂറ്റാണ്ട്, അല്ലെങ്കിൽ നൂറ്റാണ്ട് എന്നൊക്കെ ഇനി ഉപയോഗിക്കാനേ പാടില്ല, വരുന്ന 10 ദിവസം എന്നൊക്കെ പറയാവൂ. അത്രയും സ്പീഡാ. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അടുത്ത നൂറ്റാണ്ടിൽ എന്ത് സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത ആഴ്ച എന്ത് സംഭവിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട. അത്രയും ഫാസ്റ്റായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ്.
ഇപ്പോഴും മനുഷ്യൻ പൂർണ്ണമായും ആക്സസ് ചെയ്യാത്ത ഒരു കാര്യമാണ് കോൺഷ്യസ്നസ്. ഇപ്പോൾ കോൺഷ്യസ്നസ് സ്റ്റഡീസ് ഉണ്ടാവട്ടെ, കോൺഷ്യസ്നസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടാവട്ടെ, ഇതെല്ലാം ഉണ്ടാവട്ടെ, എന്താണ് യഥാർത്ഥത്തിലുള്ള അവബോധം? ഈ അവബോധം എന്നതിനെ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി എടുത്താൽ ഇന്ന് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്താൻ പോകുന്നവർ ഒരു കാലത്ത് ഫിലോസഫേഴ്സ് ആയിരുന്നു, തത്വചിന്തകന്മാരായിരുന്നു, അവബോധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? വസുഗുപ്തനെ പോലത്തെ, ശങ്കരാചാര്യ, അവർക്ക് തത്വചിന്തകന്മാരാ. ബർട്ടൺ റസലിനെ പോലത്തെ, ബെർണാഡ് ഷോയെ പോലത്തെ, ഇമാനുവൽ കാന്റിനെ പോലത്തെ, സ്പിനോസയെ പോലത്തെ, അക്വിനാസിനെ പോലത്തെ, സോക്രട്ടീസിനെ പോലത്തെ, പ്ലേറ്റോയെ പോലത്തെ, അരിസ്റ്റോട്ടലിനെ പോലത്തെ, ഇങ്ങനെ നോക്കിയാൽ പണ്ഡിതന്മാർ, തത്വചിന്തകന്മാരായിരുന്നു അവബോധത്തെക്കുറിച്ച് ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, ആൻഷ്യൻ സിവിലൈസേഷൻ. പിന്നെ അവബോധത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയ ആളുകൾ സൈക്കോളജിസ്റ്റുകളാണ്. ഫ്രോയിഡ് ആവട്ടെ, യുങ് ആവട്ടെ, ലക്കാൻ ആവട്ടെ, അങ്ങനെ നോക്കിയ എല്ലാവരും കോൺഷ്യസ്നെസ്സിന്റെ മേലെയായി കളി. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, ഈ കളിയായി, അല്ലേ? അപ്പൊ ഫിലോസഫേഴ്സ് പറഞ്ഞു അതിനെക്കുറിച്ച്, സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു അതിനെക്കുറിച്ച്, ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഫിസിസിസ്റ്റുകളാണ്. എന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞന്മാരാണിപ്പോ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുന്നത്. രണ്ടു ദിവസം മുമ്പ് ഇന്നലെ പ്രൊഫസർ ശിശിർ റോയ് എന്ന് പറയുന്ന ഒരാൾ, നിയാസ് എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ബാംഗ്ലൂർ, അവിടെ നിന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വരുന്ന ജനുവരി 2027 ജനുവരിയിൽ ഒരു ഡയലോഗ് നടക്കാൻ പോകുന്നുണ്ട്, അതിൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, എന്താ വിഷയം? അപ്പോൾ കാശ്മീർ ഷൈവിസം, ഡെഫിനറ്റ്ലി കാശ്മീർ ഷൈവിസം. ഞാൻ കരുതി കാശ്മീർ ഷൈവിസത്തിൽ എന്തോ ഒരു ഡയലോഗാണ് എന്ന് കരുതി. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, എന്താ ടോപ്പിക് ഒന്ന് പറയുമോ? അപ്പോൾ ക്വാണ്ടം സയൻസ് ആൻഡ് കാശ്മീർ ഷൈവിസം എന്നാണ് വിഷയം. അപ്പം 10 ക്വാണ്ടം സയന്റിസ്റ്റുകളും കാശ്മീര ശൈവ ആളുകളും ആണ് പരിപാടി പങ്കെടുക്കുന്നത്. നിയാസാണ് പരിപാടി നടത്തുന്നത് ജനുവരി 2027 ജനുവരി 27, 28, 29. വലിയ പരിപാടി. ശിവ ആൻഡ് ഷ്രോഡിംഗർ എന്ന് പറഞ്ഞ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളൊരു സുഹൃത്ത് എഴുതിയ ബുക്ക്, ശിവനും ഷ്രോഡിംഗറും. അപ്പൊ അവബോധം എന്താണെന്ന് ആക്സസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഇന്ന് ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയാം. ആ സമയത്ത് അവബോധത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ സംസാരിച്ചിരിക്കുന്ന ശാസ്ത്രങ്ങളാണ് ഭാരതത്തിന്റെ വേദാന്തവും തന്ത്രവും ഒക്കെ. പക്ഷേ തന്ത്രത്തെയും വേദാന്തത്തെയും നോക്കുന്ന സമയത്ത് പ്രഥമ ദൃഷ്ടിയാൽ ഒരു അകൽച്ച കാണാൻ സാധിക്കും. ആ അകൽച്ച ലോകം അല്ലെങ്കിൽ ബ്രഹ്മം, ജഗത്ത് എന്ന സങ്കല്പത്തിൽ ജഗത്തിനെ പൂർണ്ണമായി മിഥ്യയായി കണക്കാക്കുന്നു എന്നാണ് വേദാന്തം. ജഗത്തിനെ എത്രത്തോളം ബ്രഹ്മം സത്യമാണോ അത്രത്തോളം യാഥാർത്ഥ്യമാണ് ജഗത്തെന്ന് കണക്കാക്കുന്നു തന്ത്രം എന്നുള്ളതാണ്. ഈ രണ്ട് പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയുള്ള ഈ രണ്ട് കാര്യത്തിനെയും ഭഗവാൻ രമണൻ ഏറ്റവും മനോഹരമായ രീതിയിൽ സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. രമണ മഹർഷി പറഞ്ഞു, ലോകം മിഥ്യയാണ് ബോധത്തിൽ നിന്ന് ഭിന്നമായി ലോകത്തെ കാണുകയാണെങ്കിൽ, അവബോധത്തിൽ നിന്ന് ഭിന്നമായി ലോകത്തെ കാണുകയാണെങ്കിൽ ലോകം മിഥ്യയാണ്. അവബോധത്തിൽ നിന്ന് അഭിന്നമായി ലോകത്തെ കാണുകയാണെങ്കിൽ ലോകം ഒരു യാഥാർത്ഥ്യമാണ്. തന്ത്രത്തെ, വേദാന്തത്തെ സിന്തസൈസ് ചെയ്തുകൊണ്ടാണ് ഭഗവാൻ രമണൻ ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവബോധത്തിന്റെ പ്രകാശനമായിക്കൊണ്ട് പ്രപഞ്ചത്തെ കാണുക എന്നുള്ളതാണ് ത്രിപുര രഹസ്യത്തിൽ അന്തർലീനമായിരിക്കുന്ന രഹസ്യം. രഹസ്യം എന്നാണ് ആ വാക്ക്, അല്ലെ? രഹസ്യം. നമുക്കൊക്കെ കേൾക്കുമ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന കാര്യമാണ് രഹസ്യം. ഒരു രഹസ്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധ
അതിലേക്ക് പോവും. ഗുപ്തമായതൊക്കെ രഹസ്യമാണ്. ഗുപ്തമായതൊക്കെ രഹസ്യമാണ്. ഗോപനീയമാക്കി വെക്കേണ്ടതൊക്കെ രഹസ്യമാണ്. ഗോപനീയമായതിനൊക്കെ രഹസ്യാത്മകത ഉണ്ട്. ഗുപ്തമാക്കി വെച്ചതിനൊക്കെ രഹസ്യാത്മകത ഉണ്ട്. രഹസ്യം ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു സന്തോഷമുണ്ട്, ഇല്ലേ? ആൾക്കാർ എങ്ങനെയാ പറയാം, എനിക്കൊരു രഹസ്യം അറിയാം, എന്നാ പിന്നെ മിണ്ടായിരുന്നാ പോരെ? എനിക്ക് രഹസ്യം അറിയാന്ന് പറയണോ? എനിക്കൊരു രഹസ്യം അറിയാമെങ്കിൽ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു എനിക്ക് അതിലെ രഹസ്യം എനിക്കാണ് അറിയാം. തന്ത്രത്തിലൊക്കെ ഞാൻ കാണാറുണ്ട് ചില ഗുരുക്കന്മാർ, അതൊക്കെ അതിഭയങ്കരമായ രഹസ്യമാണ്, ഇതൊന്നും ഫേസ്ബുക്കിലൊന്നും എഴുതരുത്, സൂം ക്ലാസ് ഒന്നും വെച്ച് എടുക്കരുത്, ഈ രഹസ്യമൊക്കെ എനിക്കറിയാന്നാ. മനസ്സിലായില്ലേ? രഹസ്യം ഉണ്ടെന്നും പറയണം, അത് എനിക്കറിയാമെന്നും കൂടി പറയണം. അപ്പൊ ഞാൻ അറിയുന്ന ഒരു രഹസ്യം, നമ്മൾ പലതവണ ക്ലാസ്സിൽ സംസാരിച്ച വിഷയം അത്. രഹസ്യം പരസ്യമാണ് ഭാരതത്തിൽ. പരസ്യമായതാണ് രഹസ്യം. രഹസ്യം പരസ്യമാണ്. രഹസ്യത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. വിദേശത്ത് രഹസ്യം എന്ന് പറഞ്ഞാൽ മൂടി വെക്കപ്പെട്ടാണ്. മൂടി വെക്കപ്പെട്ടതിനെയാണ് വിദേശത്ത് രഹസ്യം എന്ന് പറയാം. ഒരു മുറിയിൽ പോയിട്ട് ഈ മുറിയിൽ ഒരു രഹസ്യ വാതിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ രഹസ്യവാതില് ഒളിപ്പിച്ചായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ആ സീക്രട്ട് വോൾട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും ടാസ്ക്. ഭാരതത്തില് പറയുക ആ മുറിയിൽ ഒരു രഹസ്യവാതിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ രഹസ്യവാതിലായിരിക്കും ആദ്യം തന്നെ കാണുക. ചിലപ്പോൾ കടന്നു വന്ന വാതിൽ തന്നെ അതായിരിക്കും. പിന്നെ അവിടെ തെരഞ്ഞാൽ വേറെ വാതിലൊന്നും കാണൂല. അപ്പൊ നമ്മൾ ഏത് വാതിലാ രഹസ്യവാതിൽ ഇവിടെ? അപ്പൊ ചിലപ്പോ ചില ആൾക്കാരോട് ഈ വാതിലാണ് രഹസ്യവാതിൽ, ഈ ഇതിലിപ്പോ എന്താ അത്ര രഹസ്യം എന്ന് പറഞ്ഞിട്ട് അയാള് ഇറങ്ങിപ്പോവും. പക്ഷെ അതിലൊരു രഹസ്യമുണ്ട് എന്നറിയുന്ന ബോധമുള്ള ഒരു മനുഷ്യന് ആ വാതിലിൽ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യം തുറന്നു വരും. ചിദംബര രഹസ്യം പോലെ. ചിദംബര രഹസ്യം ചിദംബരത്തുണ്ട്. ചിദംബര രഹസ്യം പോകാൻ വേണ്ടി ആൾക്കാർ ചിദംബര രഹസ്യം അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കാണിച്ചു തരും. ഒന്നുമില്ല അവിടെ, കാലിയ. അതാ ചിദംബര രഹസ്യം. ഇതാ അത്ര വലിയ രഹസ്യം, അതാ രഹസ്യം. രഹസ്യം കാണേണ്ടവൻ മാത്രമേ കാണുകയുള്ളൂ. ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാ അർജുന ഗീതാ രഹസ്യം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, അല്ലേ? ഇതാ അർജുന ഗീതാ രഹസ്യം. ഈ ഗീതാ രഹസ്യം റോട്ടില് 10 ഉറുപ്പ്യക്ക് വാങ്ങാൻ കിട്ടും, ഇല്ലേ? KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഭഗവത്ഗീത വാങ്ങാൻ 10 ഉറുപ്പ്യ അലവേ ഉള്ളൂ. അത് തുറന്ന് വായിച്ചാൽ ഇതിപ്പോ എന്ത് ഇത്ര രഹസ്യമാണ്, ഇതിപ്പോ ഇതാണ് ഇപ്പൊ ഇത്ര വലിയ രഹസ്യം റോട്ടിൽ 10 ഉറുപ്പ്യക്ക് വിൽക്കുന്നത്? അങ്ങനെയല്ല. പുറപ്പുറത്ത് നിന്ന് വിളിച്ചു കൂവിയാലും കേൾക്കണ്ടവനെ കേൾക്കൂ, കേട്ടവന് തന്നെ അറിയേണ്ടവനെ അത് അറിയുള്ളൂ. അതിനാണ് അധികാരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് അധികാരം? എന്താണ് അധികാരം? അധികാരം ഒരു മനുഷ്യന് ഒരു കാര്യം പഠിക്കാനുള്ള എലിജിബിലിറ്റിയാണ്. ടെക്സ്റ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ, ട്രഡീഷണലിസ്റ്റുകളൊക്കെ ചോദ്യം ചെയ്യും, ഇത് പഠിപ്പിക്കാനും പഠിക്കാനും എന്താണ് അധികാരം? പഠിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് പഠിപ്പിക്കാനുള്ള അധികാരം, അല്ലേ? പഠിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് പഠിപ്പിക്കാനുള്ള അധികാരം. പഠിക്കാനുള്ള അധികാരോ പഠിപ്പിക്കാൻ ആളുണ്ടെന്നും പഠിക്കാൻ ഇഷ്ടമുണ്ടെന്നുള്ളതാണ്. പഠിപ്പിക്കാൻ ആളുണ്ടാവുക, പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവുക, പഠിപ്പിക്കാൻ ഇഷ്ടം ഉണ്ടാവുക, പഠിക്കാൻ ആളുണ്ടാവുക, ഇത് രണ്ടും ഇത് നാലും കൂടി ഒത്തുചേർന്ന് കഴിഞ്ഞാൽ അവിടെ അധികാരം സ്വാഭാവികമായും വന്നു ചേർന്ന് കഴിഞ്ഞു. ആ സഹവർത്തിത്വത്തിൽ നിന്ന്, ആ ഡയലോഗിൽ നിന്ന് സംജാതമാകുന്ന ഒന്നാണ് ഇതിലെ രഹസ്യം. അവിടെയാണ് ഈ രഹസ്യത്തിന്റെ പ്രകാശനം ഉണ്ടാവുക. അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി വെമ്പുന്ന മനുഷ്യന്മാർ ഏതെങ്കിലും കാരണം കൊണ്ട് അവരുടെ വഴിയിൽ തടഞ്ഞു വീണു പോയിട്ടുണ്ട് എങ്കിൽ അവരുടെ ജ്ഞാനത്തിനോടുള്ള വെമ്പൽ പൂർണ്ണമായും പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ അതായത് ജ്ഞാനം ലഭിക്കാൻ വായിക്കേണ്ടത് എന്ത് എന്ന ചോദ്യത്തിന് ത്രിപുരാ രഹസ്യം എന്ന് ഉത്തരം പറഞ്ഞിരിക്കും.
ജ്ഞാനാന്വേഷിയാണെങ്കിൽ, അതുകൊണ്ട് ത്രിപുരാരഹസ്യം ഒരു, നമ്മൾ ജ്ഞാനകാന്ഡാണ് ത്രിപുരാരഹസ്യത്തിൽ കൈകാര്യം ചെയ്യുന്നത്, ഒരു ജ്ഞാനത്തിന്റെ ആഴത്തുള്ള വിചിന്തനാണ്. നമ്മൾ ഈ ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഈ ജ്ഞാനം, എന്താണ് ജ്ഞാനം ചോദ്യ. ജ്ഞാനം മറ്റൊന്നുമല്ല, യഥാർത്ഥത്തിൽ സ്വന്തം വ്യക്തിത്വത്തെ പ്രകാശിതമാക്കുന്നതെന്തോ അതാണ് ജ്ഞാനം. 2 ദിവസം മുമ്പ് എന്നോട് ഒരാൾ ചോദിച്ചു, അദ്ദേഹം വേറൊരു ആംഗിളിലാണ് സംസാരിച്ചത്, ഋതംബരയിൽ വന്നിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം ചോദിച്ചു, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിപ്പിക്കുന്ന മാഷേ, അപ്പം എൻ്റെ ഗുരുനാഥൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അദ്ദേഹം വേറൊരു ഇതിൽ പറയാം, നമുക്ക് തെറ്റിപ്പോയത് എവിടെയാന്ന് വെച്ചാൽ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിപ്പിച്ച ഗുരുക്കന്മാർ തന്നെയാണല്ലോ, അവരൊന്നും ഫോട്ടോ നമ്മൾ വെക്കില്ല. ഇതുപോലെ തന്നെ ഒന്നാണ് സ്പിരിച്വൽ നോളജും. അത് പഠിപ്പിച്ച ഗുരുനാഥന്റെ ഫോട്ടോ പക്ഷെ നിങ്ങൾ വെച്ചിട്ട് പൂവിടുന്നുണ്ട്. അത് തെറ്റാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ ആംഗിളിൽ ശരിയായിരിക്കാം. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചിട്ട് എനിക്ക് ഞാൻ ആരാണെന്നുള്ള ബോധം ഉണ്ടാവില്ല. എനിക്ക് ഞാൻ ആരാണെന്നുള്ള ബോധം ഉണ്ടാക്കി തരുന്ന രീതിയിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഒരാൾ പഠിപ്പിച്ചാൽ അയാൾ തീർച്ചയായും എൻ്റെ ഗുരുസ്ഥാനത്താണ്, മറ്റേ അയാൾ എൻ്റെ അധ്യാപകനാണ്. ആത്മവിദ്യ അങ്ങനെ തന്നെയാണ്. അവനവൻ ആരാണ് എന്നുള്ള ബോധം എവിടെയെങ്കിലും മിന്നിച്ചേരുന്ന ഒരാളെ മാത്രം നിങ്ങൾ ഗുരു എന്ന് വിളിച്ചാൽ മതി. അല്ലാത്ത ആളെ നിങ്ങൾ ഗുരു എന്ന് വിളിക്കണ്ട. അല്ലാത്ത ആൾ ക്ലാസ് എടുത്തു എന്ന് വിചാരിച്ചാൽ മതി. നന്ദി സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ആരാണെന്നുള്ള ഡീപ്പറായിട്ടുള്ള വിചിന്തനത്തിന് എന്തെങ്കിലും ഒരു വാക്കോ ഒരു നോട്ടമോ ഒരു പ്രവൃത്തിയോ ഒരു കഥയോ എന്തെങ്കിലും കാരണമായിട്ടുണ്ടെങ്കിൽ അതിൽ ആത്മപ്രകാശനം സംഭവിക്കുന്നുണ്ട്. ആ ആത്മപ്രകാശനം സംഭവിപ്പിക്കുന്ന ആളാണ് യഥാർത്ഥ ഗുരുനാഥൻ. അതുകൊണ്ട് ഭാരതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൽ ജ്ഞാനാന്വേഷികളായിട്ടുള്ള നടന്ന ആൾക്കാരുണ്ട്, ക്രിയാന്വേഷികളായിട്ട് നടന്ന ആൾക്കാരുണ്ട്. ക്രിയാന്വേഷികൾ ക്രിയാന്വേഷികൾ എന്തൊക്കെയാ? ആ പൂജ പഠിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇല്ലേ? അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ ആദ്യം തന്ത്ര ക്ലാസ് എടുത്ത സമയത്ത് 2016 ആദ്യത്തെ ക്ലാസ്സാണ് തന്ത്രയുടെ, എന്ന് വെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ്. അപ്പം അതിൻ്റെ എന്തോ ഒരു ഇത് കണ്ടിട്ട് ഒരാൾ വിളിച്ചിട്ട് നമ്മുടെ ഒരാളോട് ചോദിച്ചു, ഒരു പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാൻ പഠിപ്പിക്കുമോ ചുരുങ്ങിയ പക്ഷം എന്ന് ചോദിച്ചു. ഗണപതി ഹോമം പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു ആദ്യം. അപ്പോൾ ഇല്ല, അങ്ങനത്തെ പൂജയൊന്നും, ഒരു പുഷ്പാഞ്ജലിയെങ്കിലും ചെയ്യാൻ പഠിപ്പിക്കുമോ? അല്ല അല്ല, ഇത് പൂജയായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഒന്നും അല്ല, ഇത് ഫിലോസഫിയാണ്. ഫിലോസഫി ആണോ? അപ്പം എന്ത് തന്ത്രമാണത്? എന്നാൽ പിന്നെ നിങ്ങൾക്ക് വേദാന്ത ക്ലാസ് വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഫിലോസഫിയാണ് ക്ലാസ് എങ്കിൽ വേദാന്ത ക്ലാസ് വെച്ചാൽ പോരെ. എന്ത് തന്ത്രം എന്ന് പറയുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുന്നത്? ക്രിയയാണ്. ഇപ്പം ക്രിയാന്വേഷികളായിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ മനുഷ്യന്മാരുണ്ട്. എന്തെങ്കിലും ക്രിയ ചെയ്ത് പഠിക്കണം എന്നുള്ളത്. ജ്ഞാനാന്വേഷികളായിട്ടുള്ള ആൾക്കാരുണ്ട്. സന്യാസിമാരൊക്കെ ജ്ഞാനാന്വേഷികളാണ്. ജിജ്ഞാസയാണ്, ജ്ഞാതുമിച്ഛ, അറിയാനുള്ള ഇച്ഛ. ജിജ്ഞാസു ആണ്. ഇനിയോ മോക്ഷമിച്ഛിച്ച് നടന്ന മുമുക്ഷുക്കളുണ്ട്. മോക്ഷമിച്ഛിച്ച് നടന്ന മുമുക്ഷുക്കളുണ്ട്. ആനന്ദമിച്ഛിച്ച് നടന്ന അവധൂതരുണ്ട്. ആനന്ദമിച്ഛിച്ച് നടന്ന അവധൂതർ. ഹെഡനിസ്റ്റുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഹിഡോണിസം ഈസ് ഡിഫറെൻറ്റ്. അത് യൂറോപ്പിലുണ്ടായ സന്തോഷവാദമാണ്. എല്ലാത്തൊന്നും സന്തോഷം കണ്ടെത്തുക, അതാണ് ഹിഡോണിസ്റ്റ്. ഹിഡോണിസായിട്ട് ബന്ധമില്ല കേട്ടോ. ഇത് ആനന്ദമാണ്, പരമാനന്ദം. പരമാനന്ദം ഇച്ഛിച്ച് നടന്ന അവധൂതന്മാരുണ്ട്. ആ പരമാനന്ദം ഇച്ഛിച്ച് നടന്ന അവധൂതന്മാരുടെയൊക്കെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാവുന്ന ഒരാളാണ്
ഭഗവാൻ ദത്താത്രേയൻ. ആ ദത്താത്രേയനിൽ നിന്നാണ് ഈ വിദ്യ ഒഴുകിപ്പരന്നത്. ദത്തൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ നൽകപ്പെട്ടവൻ എന്നാണ് അർത്ഥം, അല്ലേ? നൽകപ്പെട്ടവൻ, ലോകത്തിനായി നൽകപ്പെട്ടവനാണ്. ഈശ്വരൻ ലോകത്തിനായി നൽകിയ ആളാണ് ദത്തൻ. അത്രിയുടെ മകനായതുകൊണ്ട് ദത്താത്രേയൻ. അത്രിയുടെയും അനസൂയയുടെയും മകനായിരുന്ന ദത്തൻ. അവധൂത മഹാരാജൻ എന്നാ വിളിക്കാം. അവധൂതന്മാരുടെയൊക്കെ രാജാവാണ് ദത്തൻ. അതുകൊണ്ട് അവധൂതന്മാരൊക്കെ സംസാരിക്കുമ്പോൾ ഗുരുദേവ ദത്ത് എന്ന് പറയും. അവസാനം ഗുരുദേവ ദത്ത് എന്ന് തന്നെ പറയും. ദത്തനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള്. ദത്തനെ കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, ഒരു യുവാവ്, അതിതേജസ്വിയായിട്ടുള്ള യുവാവ്, പക്ഷെ 3 മുഖമുണ്ട്. ആ 3 മുഖം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ്. അറിയാത്തൊരു കഥ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറയാം. ദത്തന്റെ ജനനം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദത്തന്റെ അമ്മയായിട്ടുള്ള അനസൂയ, അല്ലെ? അസൂയ ഇല്ലാത്തവളാണ് അനസൂയ. അസൂയ ഇല്ലാത്തവളല്ലേ അനസൂയ? ആർക്കാണ് അസൂയ ഇല്ലാതെയാവുക? സ്വയം തികഞ്ഞിരിക്കുന്ന ഒരാൾക്കാണ് അസൂയ ഇല്ലാതെയാവുക. അസൂയ തികവില്ലായ്മയിൽ നിന്ന് അനുഭവപ്പെടുന്ന വികാരമാണ്. ഒരാളൊരു കാറ് വാങ്ങി, നമുക്ക് അസൂയ ഉണ്ടായി. എന്താ കാര്യം? എനിക്ക് കാറില്ലല്ലോ. എൻ്റെ ദാരിദ്ര്യമാണ് അസൂയയായിട്ട് പ്രതിഫലിക്കുന്നത്, എൻ്റെ മാനസിക ദാരിദ്ര്യം. ഞാൻ സൈക്കിളിൽ പോവുകയാണെങ്കിലും BMW പോകുന്ന ആളെ നോക്കി എനിക്ക് അസൂയ ഇല്ലെങ്കിൽ, ഞാൻ സൈക്കിളിൽ പോകുന്ന രാജാവും ചിലപ്പോൾ BMW പോകുന്ന ആൾ പിച്ചക്കാരനുമായിരിക്കും. മാനസിക. BMW പോകുന്ന ആൾക്ക് BMW ഓടിച്ചുകൊണ്ട് തന്നെ പിച്ചക്കാരനാവാം. സൈക്കിൾ ഓടിക്കുന്ന ആൾക്ക് സൈക്കിൾ ഓടിച്ചുകൊണ്ട് തന്നെ മഹാരാജാവും ആവാം. കണ്ടന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അത് കിട്ടാറേ വലിയ കാര്യം. അത് ദൈവിക. അങ്ങനെയുള്ള അനസൂയ പൂർണ്ണമായും അസൂയ ഇല്ലാത്തവളായിരുന്നു. അത് മാത്രമല്ല, അനസൂയയുടെ പ്രത്യേകത, അത്രി മാത്രമാണ് അനസൂയയുടെ കണ്ണിലുള്ളത്. അതിൻ്റെ അർത്ഥം, അത് വലിയ ഒരു പോയിന്റ് കേട്ടോ. നമ്മൾ അനസൂയയുടെ പാതിവൃത്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് പറയാം. അങ്ങനത്തെ മനുഷ്യന്റെ ലെവലിലേക്ക് അതിനെ ചുരുക്കി കൊണ്ടുവരരുത്. അതിനെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഒരാളുടെ ഭാര്യയ്ക്കും ഒരാളുടെ ഭർത്താവിനും ഒക്കെ ധാരാളം കുറവുകൾ ഉണ്ടാവും. അങ്ങനെ കുറവില്ലാതെ കിട്ടൂല. കിട്ടുമോ? ടൈലർ മെയ്ഡ് ഒന്നും കിട്ടൂല, പറഞ്ഞുണ്ടാക്കിക്കേണ്ടി വരും. അല്ലെങ്കിൽ അല്ലേ? ചില കല്യാണത്തിനൊക്കെ പോയ എൻ്റെ സങ്കല്പത്തിലെ ഭാര്യ, അങ്ങനെ ഒരു ഭാര്യ ഇല്ല ലോകത്ത്. സങ്കല്പത്തിലെ ഭാര്യയും സങ്കല്പത്തിലെ ഭർത്താവും സങ്കല്പത്തിൽ തന്നെയുള്ളൂ, ശരിക്കും ഇല്ല. അനുഭവസ്ഥരാണല്ലോ നിങ്ങളൊക്കെ, പിന്നെ പറയില്ലേ ഞാൻ, അല്ലേ? അപ്പൊ സങ്കല്പത്തിലൊരു ഭാര്യയില്ല, സങ്കല്പത്തിലൊരു ഭർത്താവും ഇല്ല. ലഭിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും ധാരാളം കുറ്റത്തോടും കുറവോടും കൂടിയാണ്, ഒരു സംശയമില്ല. പക്ഷെ ആ കുറ്റവും കുറവും ഒന്നും നമ്മുടെ കണ്ണിൽ പെടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ പൂർണ്ണമായ സംതൃപ്തി അവരനുഭവിക്കുന്നുണ്ടെന്നാണ്. അത് അവരുടെ ക്വാളിറ്റി ഓഫ് മൈൻഡാ. ഈ കഥ അല്ലേ ലോകം മുഴുവൻ പാട്ടായി. ബ്രഹ്മലോകത്തെത്തി, വൈകുണ്ഠത്തിലെത്തി, കൈലാസത്തിലെത്തി. അപ്പോൾ ഒരു ദിവസം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ പത്നിമാരായിട്ടുള്ള യഥാക്രമത്തിൽ സരസ്വതി, ലക്ഷ്മി, ദേവി പാർവതി തുടങ്ങിയവർ ഒരു ഇന്റർകോം കോളിൽ പറഞ്ഞു, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്താണ്? ഇത്രയും ലോകൈക
അല്ല, ത്രിമൂർത്തികളുടെ ഭാര്യമാരായിട്ടുള്ള ഞങ്ങൾക്ക് പോലും എന്ത് പറയുന്നില്ല, ഇത്രയും മഹിമ ഉണ്ടെന്ന് പറയുന്നത്. ഇത് ഭൂമി കിടക്കുന്ന ആ ആ അത്രി മഹർഷിന്റെ ഭാര്യയ്ക്കാണ് ലോകത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞങ്ങൾക്കാണ് ക്വാളിറ്റി എന്ന് ലോകത്തിന് മുമ്പ് പറയണം. ഉടനെ വിഷ്ണുവിനോടും ശിവനോടും ബ്രഹ്മാവിനോടും ഇവർ പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് ഭൂമിയിൽ, ഈ ഭൂമിയിലുള്ള ഈ സ്ത്രീയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവരൊന്ന് ടെസ്റ്റ് ചെയ്യണം, ഇവർക്ക് ഇത്രയും വലിയ മഹിമ ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. എന്താ ചെയ്യുക, സ്വൈര്യം കൊടുക്കണ്ടേ. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി പറഞ്ഞു, എന്നാൽ ശരി ഞങ്ങൾ പോയിക്കോളാം, എന്താണ് ഞങ്ങൾ നോക്കി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് വന്നു. ഈ കഥ എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണേ. ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് വന്ന സമയത്ത്, അനസൂയ നോക്കുന്ന സമയത്ത്, ആ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ്, സ്ഥിതികർത്താവായിട്ടുള്ള വിഷ്ണു, സംഹാരകാരകനായിട്ടുള്ള ശിവൻ, മൂന്ന് പേരും വന്നിരിക്കുകയാണ്. അനസൂയ വെൽക്കം ചെയ്തു വീട്ടിലേക്ക്. ത്രിമൂർത്തികൾ ഒരുമിച്ച് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ, ത്രിമൂർത്തികൾ ഒരുമിച്ച് അവരെ മുമ്പിൽ വന്നു എന്നുള്ളതാണ് അവരുടെ മഹാത്മ്യം. ആലോചിക്കണം. അപ്പൊ തന്നെ ആ മഹിമ എവിടെ പോയി എന്ന് ആലോചിക്കണം. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരണം. എന്താ ഭഗവാന്മാരെ അങ്ങനെ ചോദിക്കുന്നത്, എൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കുക, ഉറപ്പായിട്ട് ഞാൻ തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭക്ഷണം വിളമ്പുമ്പോൾ പരിപൂർണ നഗ്നയായി വേണം ഭക്ഷണം വിളമ്പാൻ എന്ന് പറഞ്ഞു. ഇതൊരു ടെസ്റ്റാണ്. ദൈവമാണെങ്കിലും അന്യപുരുഷനല്ലേ എന്നുള്ള ന്യായം പുറത്തേക്ക് വരാം. അനസൂയ പറഞ്ഞ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ തരാം. അനസൂയയുടെ അപാരമായ തപശക്തി കൊണ്ട് ഈ മൂന്ന് ആളുകളെയും മൂന്ന് കുട്ടികളാക്കി കളഞ്ഞു. ചെറിയ കുട്ടികളാക്കി കളഞ്ഞു. മൂന്ന് ചെറിയ കുട്ടികൾ, കുഞ്ഞുങ്ങൾ. അവർക്ക് കൊണ്ടുപോയി ആവശ്യമുള്ള ഭക്ഷണമൊക്കെ വിളമ്പി, ഒരു അമ്മയെ പോലെ ഭക്ഷണമൊക്കെ വിളമ്പി. ഒരു ബുദ്ധിമുട്ടുമില്ല, വസ്ത്രമൊന്നും എടുക്കാതെ. വിചാരിച്ച സമയമായിട്ടും പോയ മൂന്ന് ഭർത്താക്കന്മാരെ കാണാനില്ല. ഇതിപ്പോ ടെസ്റ്റ് ചെയ്യാൻ വിട്ട കുടുങ്ങിയോ, ആ വഴിക്ക് പോയോ എന്നൊന്നും അറിയുന്നില്ല. പോയി നോക്കാം എന്ന് പറഞ്ഞ് ലക്ഷ്മി, സരസ്വതി, പാർവതി കൂടെ വന്നു നോക്കുമ്പോൾ ഈ മൂന്ന് ജഗത്പിതാക്കളായിട്ടുള്ള ഈ മൂന്ന് ആളുകളും തുണി എടുക്കാതെ, ആരോടാണോ തുണി എടുക്കാതെ വിളമ്പണം എന്ന് പറഞ്ഞ തുണി എടുക്കാതെ ആ കുടിലിൽ കിടന്ന് കൈകാലിട്ട് കരയുക, എള്ളേന്ന് പറഞ്ഞിട്ട്. അയ്യോ ഇനിയിപ്പോ ഇത് വളർന്ന് വലുതാവണ്ട ഇതിനൊക്കെ തിരിച്ചു കിട്ടാൻ. ആലോചിച്ച് നോക്കിയ ഒരവസ്ഥ. അനസൂയയുടെ കൈയും കാലും പിടിച്ചു. അയ്യോ അനസൂയ മാതാവേ, ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. ആലോചിക്കണം, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കണം. ദയവായിട്ട് ഇവരെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കി തന്നാലും. ഓ അതിനെന്താ, പൂർവ്വസ്ഥിതിയിലായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് ഇവര് അനസൂയയുടെ കൃപ കൊണ്ട് വന്നു ചേർന്നു. പക്ഷെ അനസൂയയുടെ അപാരമായി മഹിമ കണ്ട് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ ചൈതന്യത്തിൽ ഒരു കുഞ്ഞിനെ നൽകുകയാണ്. ആ കുഞ്ഞാണ് ദത്താത്രേയൻ, അവധൂത രാജാവായിട്ടുള്ള ദത്താത്രേയൻ. ദത്തൻ വേദാന്തത്തിന്റെ ഉയർന്ന ശിരസാണ്, തന്ത്രത്തിന്റെ ഉയർന്ന ശിരസാണ്, യോഗത്തിന്റെ ഉയർന്ന ശിരസാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിലുണ്ടായിട്ടുള്ള എല്ലാ ആത്മവിദ്യകളുടെയും മുകളിൽ ദത്തനെ കാണാൻ സാധിക്കും. ദത്താത്രേയന്റെ ഉപാസനയൊക്കെ ഉണ്ട്. എത്രയോ ശക്തമായിട്ടുള്ള ഉപാസന ഉള്ള പദ്ധതിയാണ്. നമ്മൾ അറിയുന്ന പേര് ഞാൻ പറയുന്നില്ല, വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളിൽ പലരും ദത്തോപാസനയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരാളാണ് ദത്തൻ. ആ ദത്തനിൽ നിന്നാണ് ത്രിപുര രഹസ്യം പുറപ്പെടുന്നത്. അപ്പൊ ഗുരുനാഥനായി. ഇനിയിപ്പോ സ്വീകരിക്കാൻ ഒരാൾ വേണം, വേണ്ടേ? സ്വീകരിക്കാൻ ഒരാളുണ്ട്. ആ ആള് വേറെ ആരുമല്ല, പരശുരാമനാണ്. ജ്ഞാനത്തിന് ഒരു പ്രകാശനം ഉണ്ടാവണമെങ്കിൽ അതൊരു ആക്ഷൻ ഓറിയന്റഡ് ആവണം.
ജ്ഞാനത്തിന്റെ പ്രകാശനം ആക്ഷൻ ഓറിയന്റഡാ. ഭഗവാൻ കൃഷ്ണൻ ഗീതോപദേശം നൽകുന്നത് ആക്ഷൻ ചെയ്യാൻ നിൽക്കുന്ന അർജുനനാണ്. മനസ്സിലായോ? ആ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. എത്ര എത്ര യോഗേശ്വര കൃഷ്ണ, എത്ര എത്ര പാർത്ഥ ധനുർധര, ധനുർധരനായിട്ടുള്ള പാർത്ഥൻ. യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും ഉണ്ടാവണം. അപ്പൊ മാത്രമേ ആ അറിവിന് പ്രകാശനമുള്ളൂ. ഇത് ഗുരുനാഥനേക്കാൾ കൂടുതൽ അവിടെ ഇരിക്കുന്ന ആളാണെങ്കിൽ ശിഷ്യനെ കൊണ്ടൊരു ഗുണവുമില്ല. ഗുരുനാഥൻ ഇരുന്നിട്ട് എല്ലാ വിദ്യയും പറഞ്ഞു കൊടുക്കുന്നു, ശിഷ്യൻ അതിന്റെ അടുത്തിരുന്നിട്ട് എല്ലാ വിദ്യയും കേൾക്കുന്നു, എന്നിട്ട് എങ്ങോട്ടും പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അവിടെ ഇരിക്കുക. ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്താ ഗുണം? എന്താ ഗുണം വേണ്ടേ? പണ്ടൊരു സ്വാമിജി ക്ലാസ് എടുക്കുക, ഒരു ആശ്രമ. അപ്പൊ ആശ്രമത്തിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഉറക്കിയ മൈക്കിലാണ് ക്ലാസ് എടുക്കുക. അപ്പൊ ഈ ആശ്രമത്തിന്റെ പുറത്ത് ഒരു ചായക്കട ഉണ്ട്. അവിടെ ചായ അടിക്കുന്ന ഒരാളുണ്ട്. അയാൾ ഈ ക്ലാസ് ഒക്കെ കേൾക്കും ചായ അടിക്കുമ്പോൾ. ഈ ശിഷ്യരാണെങ്കിൽ ദിവസവും ഈ ഗുരുനാഥൻ പറഞ്ഞത് ശിഷ്യർക്ക് മനസ്സിലാവുന്നില്ല. ഇവരാണ് വേറൊരു പണിക്കും പോകുന്നില്ല. ഇവർ ഈ ഗുരുനാഥൻ പറഞ്ഞ ഇങ്ങനെ കേൾക്കുക, അവർക്കിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ചായക്കടയിൽ പോയി ഇവരൊക്കെ ചായ കുടിക്കും. ഒരു ദിവസം ചായ കുടിക്കുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇന്ന് ഗുരുനാഥൻ പറഞ്ഞ മനസ്സിലായോ, ഇന്ന് ഗുരുനാഥൻ പറഞ്ഞ മനസ്സിലായോ. മറ്റുള്ള ഇന്ന് നിനക്ക് മനസ്സിലായോ ഗുരുനാഥൻ പറഞ്ഞ എന്താന്ന്, മറ്റുള്ള നിനക്കെന്താ മനസ്സിലായോ. അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ചായക്കടക്കാരെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, എന്താ ചിരിക്കുന്നതാണ്, നിങ്ങൾക്ക് ഗുരുനാഥൻ പറഞ്ഞ എന്താ മനസ്സിലാവുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ മിണ്ടായിരുന്നു, നിങ്ങൾക്ക് ചായ അടിക്കുന്ന പണി നോക്കിക്കോ, ഞങ്ങൾ വലിയ വലിയ വേദാന്ത സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ, നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു, അതല്ല, അയാൾ എന്താ അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഗുരുനാഥൻ പറഞ്ഞേ, അത് കേൾക്കട്ടെ, നിങ്ങൾ ഈ മൈക്ക് കൂടെ കേൾക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. അപ്പൊ ഇയാൾ പറയുന്നത്, എനിക്ക് നിങ്ങളെ ഗുരുനാഥൻ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷേ അയാളെ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ചായ നന്നാവുന്നുണ്ട്, എൻ്റെ ചായ കൂടുതൽ രുചികരാവുന്നുണ്ട്. അവരത് കേട്ടിട്ട് എന്തോ വിവരക്കേട് ഇയാൾ പറയാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. ഗുരുനാഥന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഗുരുനാഥ് അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞ അയാളെ അങ്ങോട്ട് വിളിച്ചോണ്ടരാൻ പറഞ്ഞു. അയാളെ വിളിച്ചോണ്ടിട്ട് ഗുരുനാഥ് അയാളെ തൊഴുതു. ഈ പൊട്ടന്മാർക്കൊന്നും ഇത്ര കാലവും ഒരു ഗുണവും കിട്ടിയില്ല. ഒരു ചായ പോലും രുചികരാക്കാൻ പറ്റാത്ത വേദാന്തം കേട്ടിട്ട് എന്ത് കാര്യ. മനസ്സിലായോ? ജ്ഞാനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാവും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ സമയം മെനക്കെടുത്ത് നിങ്ങൾ 7 മണി 8 മണി മുതൽ 9 മണി വരെ ഇതിന് മുമ്പിൽ ഇരുന്നിട്ട് എന്താ കാര്യം? വേറെ പണിക്ക് പോയിക്കോളി നിങ്ങൾ, അല്ലേ? നിങ്ങളെ ജീവിതത്തിന് വിജ്ഞാനപരതന്ത്രം കൊണ്ടോ സൗന്ദര്യകാരി കൊണ്ടോ ത്രിപുരാരഹസ്യം കൊണ്ടോ ഒന്നും ഒരു ഗുണമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ വെറുതെ ഈ സമയം കളയുന്നത്? നിന്റെ സമയം കളയാം, നിങ്ങളെ സമയം കളയാം. സത്യല്ലേ? അപ്പോൾ ജ്ഞാനം പ്രാവർത്തികമാക്കാനുള്ള ഒരു ശേഷി നമുക്ക് തരണം. അത് നമ്മളൊക്കെ പരശുരാമന്മാരാവണം. പരശുരാമന്മാർ ഒരു മഴു കൈയുള്ള ആളാ. ഗുരുനാഥൻ എന്തോ പറഞ്ഞു കേട്ടു. പറഞ്ഞു കേട്ടു, എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഒരു സത്സംഗത്തിനിടയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഗുരുനാഥൻ എന്ത് പറഞ്ഞാലും എഴുതിയെടുക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? എഴുത്തോടെ എഴുത്താണ്. ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അയാള് ഫുൾ ടൈം ഞാൻ എവിടെ ക്ലാസ് എടുത്താലും അയാൾ പുറകിലിരുന്ന് ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും. അയാളെ പുസ്തകം മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി. അങ്ങനെ എഴുതും. ഒരു ദിവസം ഞാൻ അത് തുറന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതിൽ ഈ എഴുതിയൊക്കെ എന്താ സംഭവം, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ഓർമ്മയില്ല. അയാൾ ഞാൻ പറഞ്ഞ വെർബാറ്റിം എഴുതി പോവാ. ഇതുപോലെ ഒരു ഗുരുനാഥന്റെ അടുത്ത് ഒരു ശിഷ്യൻ എഴുതി കഴിഞ്ഞ പുസ്തകം കൊണ്ട് ചെന്നു. ഗുരുനാഥൻ ഇതുവരെ സംസാരിച്ചത് എല്ലാം ചുമച്ചു, ചിരിച്ചു, തിരിഞ്ഞു നോക്കി, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. സമ്പൂർണ്ണ ജ്ഞാനത. ഗുരുനാഥൻ ഇങ്ങനെ മറച്ചു നോക്കി. അതിമനോഹരം. ഒരു വാക്ക് പോലും വിട്ടുപോയിട്ടില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്.
അപ്പൊ ശിഷ്യൻ ചോദിച്ചു, അതെന്താ വിട്ടുപോയത്? ഒന്നും വിട്ടുപോയില്ലല്ലോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ മൗനമായിരുന്നതൊന്നും നീ എഴുതിയിട്ടില്ല. യു മിസ് ദ സൈലൻസ്. ഞാൻ മിണ്ടാത്തത് നീ എഴുതിയില്ല, മിണ്ടിയെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ മിണ്ടാതിരിക്കുമ്പോ കൂടുതൽ പറഞ്ഞു, മിണ്ടിയപ്പോഴല്ല. ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ഗുരുവിന്റെ മൗനമാണ് വ്യാഖ്യാനം, ശിഷ്യന്മാർക്ക് ഒരു സംശയമില്ല. ആ മൗനത്തിൽ പോലും അതിൻ്റെ ആന്തരികമായ അർത്ഥത്തെ അറിയുന്ന ഒരാളാവണം ശിഷ്യൻ. അങ്ങനെ ഒരു ശിഷ്യനാണ് പരശുരാമൻ. അതുകൊണ്ട് കാദി മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരശുരാമ കൽപ്പസൂത്രം പോലുള്ള ഗ്രന്ഥങ്ങൾ ശ്രീവിദ്യാമാർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിക്കൊണ്ട് നമ്മൾ പരശുരാമനെ കാണുന്നുണ്ട്. ആ പരശുരാമൻ ദത്തന്റെ അടുത്ത് നിന്ന് ഈ വിദ്യ സ്വീകരിക്കുകയാണ്. ഈ വിദ്യ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം എവിടെയാണോ ആക്ഷൻ സ്റ്റക്ക് ആവുന്നത്, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ജനനം മുതൽ മരണം വരെ ആക്ഷനാണ്. ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല, അവരിങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ലോകത്ത് വിജയിച്ചിട്ടുള്ള മനുഷ്യന്മാരൊക്കെ ഈ ആക്ഷൻ നിൽക്കുകയും ആക്ഷനിൽ എന്തോ കുറവുണ്ടെന്ന് മനസ്സിലാവുകയും ആ ആക്ഷനിൽ കുറവുള്ളത് ആനന്ദവും ചിത്താണെന്ന് തിരിച്ചറിയുകയും ചെയ്ത ആൾക്കാരാണ്. ചിദാനന്ദാണ്. പറയുമ്പം അത്ര നല്ല ഉദാഹരണങ്ങളായിട്ട് എടുക്കണ്ട, എന്നാൽ പോലും സ്റ്റീവ് ജോബ്സ് ഭാരതത്തിൽ വന്നിട്ട് നീം കരോളി ബാബയെ കണ്ടെത്തും ഒക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളായിട്ട് എടുത്താൽ മനസ്സിലാവും. അതുവരെ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെയോ ആക്ഷനിലൊരു പൂർത്തീകരണമില്ലായ്മ. വിജയിച്ചിട്ടുണ്ടാവും, പക്ഷെ വിജയത്തിനൊരു തിളക്കമില്ലായ്മ. അതിൽ പാഷൻ ഇല്ലാതെയായി പോകുന്നതാണ്, ചിദാനന്ദം ഇല്ലാതെയായി പോകുന്നതാണ്, കോൺഷ്യസ്നസ് അതിൻ്റെ കൂടെ ബ്ലെൻഡ് ആവാത്താണ്. അങ്ങനെ പരശുരാമൻ ഭൂമി മുഴുവൻ 21 വട്ടം ചുറ്റി ക്ഷത്രിയന്മാരെ മുഴുവൻ നിഗ്രഹിച്ചു. ലോകത്തെ ആക്ഷൻ മുഴുവൻ മുടിച്ചു എന്നർത്ഥം. ക്ഷത്രിയന്മാരാണല്ലോ ആക്ഷൻ്റെ ആൾക്കാർ. ഈ ആക്ഷൻ മുഴുവൻ ഭൂമി നോ ആക്ഷൻ സ്പേസ് ആക്കി. ഇനി ആക്ഷൻ ഇല്ല. എല്ലാവരെയും ആ തലവെട്ടി പരശുകൊണ്ട്. കാർത്തിവീരാർജുനന്റെ 1000 കയ്യും വെട്ടി, ബാക്കിയുള്ള ഏഹയന്മാരെ മുഴുവൻ കൊന്നു, ബാക്കിയുള്ളവരെ മുഴുവൻ കൊന്നു. അച്ഛനായ ജമദഗ്നിയെ കൊന്നതിന്റെ പ്രതികാരം. 21 വട്ടം ഭൂമി മുഴുവൻ കറങ്ങി, ഉറപ്പ് വരുത്തി ഇനി ആരും ബാക്കിയില്ല. എന്നിട്ട് ആ രക്തം തളം കെട്ടി കിടന്നു കുരുക്ഷേത്രത്തില്. ഇതൊരു തടാകമായി എന്നാ പറയാ, സ്യമന്തപഞ്ചകം. ആലോചിക്കണം, അടുത്ത യുഗത്തിൽ കുരുക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു നോ ആക്ഷൻ സോൺ വരാൻ പോവാണ്. അതിനെത്രയോ മുമ്പ് പരശുരാമൻ സ്യമന്തപഞ്ചകത്തിൽ ക്ഷത്രിയ രക്തം കൊണ്ടൊരു തടാകം ഉണ്ടാക്കി. ഒരു യുഗം കൂടി കഴിയുമ്പോൾ വീണ്ടും ക്ഷത്രിയ രക്തം അവിടെ വീഴാൻ പോവാണ്. ആലോചിക്കണം ഗ്രാൻഡ് നരേഷൻ എങ്ങനെയാണെന്ന് ഭാരതത്തിന്റെ. നോ ആക്ഷൻ. ആക്ഷൻ കൂടി 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 ഒരു നോ ആക്ഷനിൽ പോകും. വേൾഡ് വാർ കൂടി 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 ഒരു നോ ആക്ഷനിൽ പോയി, ഹിരോഷിമയിലും നാഗസാക്കിയിലും. അങ്ങനെ നോ ആക്ഷനിലേക്ക് ഒരു പോക്കുണ്ട്. ആ നോ ആക്ഷന് ശേഷം ഒരു സ്പ്രിങ്ങാ. ജ്ഞാനത്തിന്റെ ഒരു വലിയ വളർച്ച ഉണ്ടാവും ആ സമയത്ത്. സെന്നൊക്കെ ലോകം മുഴുവൻ പ്രചരിക്കാൻ കാരണം വേൾഡ് വാറാ. ധ്യാനം ലോകം മുഴുവൻ പ്രചരിക്കാൻ കാരണം വേൾഡ് വാറാ. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസാ. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഹയസ്റ്റ് ആയി വരുന്ന സമയത്ത് മനുഷ്യൻ ജ്ഞാനദാഹം ഉണ്ടാവും. ഈ ജ്ഞാനദാഹം ഉണ്ടായി പരശുരാമന്. തപസ് ചെയ്യാൻ പോയി. കഴിഞ്ഞു, തപസ് ചെയ്യാൻ പോയി. തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു പ്രശ്നം കേൾക്കുകയാണ്. അടുത്ത യുഗം മാറിയിട്ടാ. ആ യുഗം കഴിഞ്ഞ യുഗം മാറി. താൻ കൊടുത്ത ശിവചാപം ഒരു ക്ഷത്രിയ ചെക്കൻ വന്ന് പൊട്ടിച്ചു. താൻ കൊടുത്ത ശിവചാപം, അപ്പൊ അതിൽ തന്നെ ഈഗോ ഉണ്ട്. രണ്ട്, തന്റെ ആ ബദ്ധശത്രുക്കളായിട്ടുള്ള ക്ഷത്രിയന്മാർ വീണ്ടും ഹുങ്ക് കാണിക്കാൻ തുടങ്ങുക അടുത്ത യുഗത്തില്.
ആ ക്ഷത്രിയനായിട്ടുള്ള ശ്രീരാമൻ ഭാർഗവരാമന്റെ ശിവജാപം സീതാ സ്വയംവരത്തിന്റെ ഇടയിൽ എടുത്ത് പൊട്ടിച്ചു. സീതാ സ്വയംവരത്തിന് വന്ന പല ആൾക്കാരും ഈ വില്ലൊന്നും എടുത്ത് കൊലയ്ക്കാൻ നോക്കി, അനക്കാൻ പോലും പറ്റാതെ മുട്ടുകുത്തി വീണു പോകുന്ന സമയത്താണ് ഈ ചെറിയ കുട്ടിയായിട്ടുള്ള രാമൻ വന്ന് വില്ല് കൊലയ്ക്കുന്നിടയ്ക്ക് വില്ല് തന്നെ ഒടിഞ്ഞു പോകുന്നത്. അത് കേട്ട് ഭാർഗവരാമൻ കൊടുങ്കാറ്റ് പോലെ ജനകന്റെ സഭയിലേക്ക് ഓടി വന്നു. ആരാണ് ശിവജാപം ഓടിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ലക്ഷ്മണൻ വെച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പരശുരാമനാണ്, ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല വില്ല് ഓടിക്കാറില്ല, നിങ്ങൾ ആരാണെന്ന് കാര്യം പറയും എന്ന് പറഞ്ഞു. ലക്ഷ്മണന് കുറച്ചൊരു എടുത്തിയാട്ടമുണ്ടല്ലോ. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം രാമനുമായിട്ട്. ഫലത്തിൽ തോറ്റു എന്ന് പറയണം. ഫലത്തിൽ തോറ്റു. ഇങ്ങനെ പറയുമ്പോൾ പറയും രണ്ടുപേരും തുല്യശക്തികളായെന്നൊക്കെ പറയും, പക്ഷെ ഫലത്തിൽ തോറ്റു. രാമൻ സ്പെയർ ചെയ്തു. ആ ദുഃഖത്തിൽ തന്റെ പരശുവിന്റെ ഹുങ്ക് തീർന്നു. കഥ നോക്കുകയാണെങ്കിൽ രസാണ്. ഒരു യുഗത്തില് ആക്ഷൻ ചെയ്ത ഒരാൾ ആക്ഷൻ മുടിച്ച് വിദ്യ പഠിപ്പിക്കേണ്ട ആളാണ് ബ്രാഹ്മണൻ. അയാള് വിദ്യ പഠിപ്പിക്കാതെ എന്തിനു പോയി? ഇതിനു പോയി. അവിടുന്ന് ഒരു തിരിച്ചൊരെടുപ്പാണ്. സ്വധർമ്മോ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നു. അതവിടെ മതി, ഇനി ഞാനാണിത് ചെയ്യുക എന്ന് പറഞ്ഞൊരു റീക്ലെയിമിങ് ദ അതോറിറ്റി. അങ്ങനെ ഒരു തിരിച്ചെടുപ്പ്. ആ തിരിച്ചെടുപ്പ് അവിടെ സംഭവിച്ചു. പരശുരാമൻ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലായി, ഇനി ജ്ഞാനമാണ് മാർഗം. അതിനുശേഷം പരശുരാമൻ ആ ഹുങ്കോടുകൂടി കാണാൻ പറ്റുന്നില്ല എവിടെ. ആ ജ്ഞാനാന്വേഷണത്തിന്റെ സമയത്താണ് സമാവർത്തനെയും അതിനുശേഷം ദത്താത്രേനെയൊക്കെ കാണുന്നത്. ആ ദത്തനോട് വിദ്യ ചോദിച്ചു. ഈ സമസ്ത പ്രപഞ്ചത്തിന്റെയും പൊരുൾ എന്താണ്? ഈ സമസ്ത ബ്രഹ്മാണ്ടവും എന്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? അറിവിന്റെ പൊരുളെന്ത്? ബോധത്തിന്റെ പൊരുളെന്ത്? ജ്ഞാനത്തിന്റെ പൊരുളെന്ത്? ഉണർച്ചയുടെ പൊരുളെന്ത്? ഉറക്കത്തിന്റെ പൊരുളെന്ത്? സത്സംഗത്തിന്റെ പൊരുളെന്ത്? വിചാരത്തിന്റെ പൊരുളെന്ത്? തുരീയത്തിന്റെ പൊരുളെന്ത്? തുരീയാദിത്വത്തിന്റെ പൊരുളെന്ത്? ദത്തൻ ഇത് പറയാൻ തുടങ്ങി. മാഹാത്മ്യ കഥനം. ആ പൊരുൾ മറ്റൊന്നുമല്ല, അത് ത്രിപുര തന്നെയാണ്. ആ ത്രിപുര തന്നെയാണ് ആ യഥാർത്ഥ പൊരുളായിരിക്കുന്നത്. ത്രിപുര തന്നെയാണ് ബോധത്തിന്റെ ഉന്നതമായ സ്വരൂപമായിരിക്കുന്നത്. ആ ത്രിപുരയെക്കുറിച്ച് ഞാൻ നിന്നോട് പറയാൻ പോകുന്നു. അവളുടെ മാഹാത്മ്യം കേട്ടുകൊള്ളുക. മാഹാത്മ്യകാന്ഡം. അവൾ എന്താണ് എന്നുള്ള അറിവ് മനസ്സിലാക്കിക്കൊള്ളുക. ജ്ഞാനകാന്ഡം. അവളുടെ മാർഗത്തിൽ എങ്ങനെ ചരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ചര്യാകാന്ഡം. മാഹാത്മ്യജ്ഞാന ചര്യാകാന്ഡം. ഈ മാഹാത്മ്യജ്ഞാന ചര്യാകാന്ഡം എന്താണെന്ന് നമ്മൾ നോക്കിയാ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങളോ ഇന്റർനെറ്റ് ഡാറ്റയെന്നോ ഒക്കെ നമുക്ക് കിട്ടും. മാഹാത്മ്യം അവളുടെ ഗ്ലോറിയെ കുറിച്ച് പറയാണ്. ജ്ഞാനം ആ നോളജിനെ കുറിച്ച് പറയാണ്. ചര്യ പുസ്തകം ലഭ്യമല്ല, നഷ്ടപ്പെട്ടു. എന്നാൽ പോലും അതിലെ ചര്യകൾ എന്തൊക്കെയാന്ന് പറയാണ്, പ്രാക്ടീസസ് പറയാം. നിങ്ങൾ നോക്കൂ, ഇത് മൂന്നും യഥാർത്ഥത്തിൽ രഹസ്യമാകുന്നത് ഇത് ഇച്ഛാജ്ഞാനം ക്രിയയാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഇച്ഛാജ്ഞാന ക്രിയാസ്വരൂപിയായിട്ടുള്ള ദത്തനാണ്. ത്രിപുരയെ ഒരു രൂപത്തിൽ കാണണമെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരത്തെ മുഖങ്ങളായിരിക്കുന്ന ദത്തനെ കാണണം. ജാഗ്രത് സ്വപ്ന സുഷുപ്താവസ്ഥകളെ ഒരു രൂപമായി എടുത്തിരിക്കുന്ന ദത്തനെ കാണണം. തന്ത്രത്തിൽ തൃശ്ശിര ഭൈരവം എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട് കശ്മീരത്തില്. ത്രിപുര രഹസ്യം ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കുന്നത് തന്ത്രവുമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ തന്ത്രമാണത്.
വേദാന്തത്തിന്റെ പ്രകാശനത്തിനായിക്കൊണ്ട് അതിനെ ഉപയോഗിക്കാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അത് അൾട്ടിമേറ്റ് ആയിട്ട് ബോധപ്രകാശനത്തെക്കുറിച്ച് സംസാരിക്കുന്ന കൃതിയാണ്. ബോധപ്രകാശനമാണ് ത്രിപുരാരഹസ്യത്തിന്റെ ആന്തരികമായ രഹസ്യം. അത് പ്രകാശിതമായിരിക്കുന്നത് ഇച്ഛാജ്ഞാന ക്രിയാസ്വരൂപിയായ ദത്തനിലൂടെയാണ്. അത് ലഭിച്ചിരിക്കുന്നത് പരശുരാമനാണ്. ആ പരശുരാമനാകട്ടെ ആ ജ്ഞാനത്തെ പൂർണ്ണമായും ആരിൽ നിന്ന് സ്വീകരിച്ചു? ദത്തനിൽ നിന്ന് സ്വീകരിച്ചു. പക്ഷെ ഗുരുസ്തു ആ മൗനം വ്യാഖ്യാനം എന്ന് പറഞ്ഞ പോലെ ആ അറിവ് പൂർണ്ണമായും ആ ഗുരു ശിഷ്യ തലത്തിൽ ഊർജ രീതിയിലാക്കി. പരശുരാമ അത് എഴുതാനൊന്നും പോയില്ല. പരശുരാമ കൽപ്പസൂത്രം പോലെ അത് എഴുതപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ഭൂമുഖത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. നമുക്കൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനാവേണ്ടതായിട്ടുണ്ട്. ആ കാലത്താണ് നദി സരസ്വതിയുടെ തീരത്ത്, സരസ്വതി വേദകാലത്തുള്ള നദിയാണ്. ഗംഗാ സരസ്വതി സിന്ധു ചേർന്നാണ് ഇത് ഒഴുകിയിട്ടുള്ളത്. ഗംഗ, സരസ്വതി, സിന്ധു. ഗംഗ പിങ്കളയാണെങ്കിൽ സിന്ധു ഇടയാണ്, സരസ്വതി സുഷുമ്നയാണ്. നോക്കൂ, അത് ഇച്ഛ ജ്ഞാനം ക്രിയയാണ്. അങ്ങനെയെങ്കിൽ ആ ജ്ഞാനം നദിയായി ഒഴുകുന്ന സരസ്വതി നദിക്കരയിൽ ജീവിച്ച സുമന്തൻ എന്നു പേരുള്ള ഒരു മഹർഷി, അദ്ദേഹത്തിനൊരു മകനുണ്ടായി. അലർക്കൻ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ അമ്മയെ, അദ്ദേഹത്തിന്റെ അച്ഛൻ ഐ ഐ എന്നാ വിളിക്കുക. എന്താണ്? ഐ ഐ എന്നാണ് വിളിക്കുക. അതുകൊണ്ട് അദ്ദേഹവും ഐ ഐ എന്ന അമ്മയെ വിളിക്കാൻ തുടങ്ങി. ഐ ഐ ഐ ഐ ഐ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടി വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. പക്ഷെ മരണക്കിടക്കയിലിരുന്ന ആ കുട്ടി ഐ എന്നാണ് വിളിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ബാലാവിംശതി പഠിച്ച സമയത്ത് ഐന്ദ്രസ്യ ശരാസനസ്യ ആദ്യത്തെ ശ്ലോകം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് അതിൽ ആദ്യത്തെ ബീജശബ്ദത്തെ ഐം എന്ന ശബ്ദത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഐം എന്ന ശബ്ദം വാഗ്ഭവ ബീജാണ്. കേവലം ഐം എന്ന ശബ്ദത്തിന്റെ ഉപാസന കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് മൂലകങ്ങളും കടന്നു പോകാനുള്ള ശക്തി ലഭിക്കുന്നു, എൻലൈറ്റൻഡ് ആവുന്നു എന്ന് അർത്ഥം പറഞ്ഞു. ഐം കുണ്ടലിനിയുടെ സ്വരൂപം തന്നെയാണ്. ഐം എന്ന് നിങ്ങൾ ദേവനാഗരിയിൽ എഴുതിയാൽ കുണ്ടലിനി പാമ്പ് ചുറ്റിക്കിടക്കുന്ന രൂപത്തിൽ അതിനെ കാണാൻ സാധിക്കും. ആ ഐ ഐ എന്ന ശബ്ദം ജപിച്ചതുകൊണ്ട് ഈ കുട്ടിക്ക് മോക്ഷത്തിന് കാരണമായിരിക്കുന്ന ഒരു ജന്മം ഇനി ലഭിക്കും എന്നുള്ള കാരണമുണ്ടായി. അങ്ങനെ ആ കുട്ടി സുമേധൻ, സുമേധൻ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയോട് കൂടിയാണ് എന്ന പേരിൽ രണ്ടാമതും ജനിച്ചു, ഹാരി തന്റെ മകനായിട്ട്. ഹാരിത നമുക്കറിയാം, ഹാരിത സംഹിതയൊക്കെ അറിയാം. കുല്ലുകഭട്ടന്റെ വ്യാഖ്യാനം, ഹാരിത സംഹിത ഒക്കെ നമ്മൾ തന്ത്രത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ മുമ്പേ പറഞ്ഞു. ഹാരിതന്റെ മകനായി ജനിച്ചു. അതുകൊണ്ട് അച്ഛന്റെ പേര് ചേർത്ത് മകനെ, പാണ്ഡുവിന്റെ മകനെ പാണ്ഡവൻ എന്ന് വിളിക്കുന്ന പോലെ ഹാരിതന്റെ മകനെ ഹാരീതായനൻ എന്ന് വിളിക്കുന്നത്. ഈ ഹാരീതായനൻ പരശുരാമനിൽ നിന്ന് ത്രിപുരാരഹസ്യം പഠിച്ചു. ഈ വിദ്യ കേട്ട് മനസ്സിലാക്കി. പക്ഷെ എഴുതാനൊന്നും പോയില്ല, പഠിച്ചു. എഴുതണമെന്ന് വിചാരിച്ചല്ല, അന്ന് ഭാരതത്തിലാണെങ്കിൽ എഴുതണമെന്ന് വിചാരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ബ്രഹ്മലോകത്ത് വെച്ച് ഒരു വലിയ ഡിസ്കഷൻ നടക്കുകയാണ്. എല്ലാ ഋഷിമാരും മുനിമാരും ഒക്കെ അവിടെ സംബന്ധിച്ചിട്ടുണ്ട്.
അപ്പൊ അതിൽ മാർക്കണ്ഡേയൻ ഒരു ചോദ്യം ചോദിച്ചു, അല്ല, മഹാവിഷ്ണു തന്നെ ഭൂമിയിൽ ദത്തന്റെ അവതാരം സ്വീകരിച്ച്, മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായിട്ട് ദത്തനെ പറയാം, ത്രിമൂർത്തികളുടെ സംഘമാണെങ്കിൽ, ദത്താവതാരം സ്വീകരിച്ചിട്ട് മഹാദേവനിൽ നിന്ന് ത്രിപുരാരഹസ്യം ആര് മനസ്സിലാക്കി? മഹാവിഷ്ണു മനസ്സിലാക്കി. മഹാവിഷ്ണു അത് ബ്രഹ്മാവിന് പഠിപ്പിച്ചു കൊടുത്തു. ബ്രഹ്മാവാണ് അത് ദേവലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ചത്. മനുഷ്യലോകത്തിലേക്ക് ത്രിപുരാരഹസ്യത്തെ കൊണ്ടുവരാൻ വേണ്ടി മഹാവിഷ്ണു ദത്താവതാരം പൂണ്ട് ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. ആ ദത്താവതാരം പൂണ്ട് ഭൂമിയിൽ അവതരിപ്പിച്ച ആ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് മഹാവിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു അവതാരമായിട്ടുള്ള പരശുരാമൻ ഈ വിദ്യ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ വിദ്യ പ്രചരിതമായില്ലല്ലോ? ചോദ്യം. അപ്പൊ പറഞ്ഞു, അത് ഹാരിതായൻ എന്ന് പറയുന്ന ഒരാൾ പഠിച്ചിട്ടുണ്ട്, അവൻ അത് പ്രകാശിപ്പിക്കുന്നു, ബ്രഹ്മാവ് പറഞ്ഞു. ഈ യോഗത്തില് നാരദനും അറ്റൻഡ് ചെയ്യായിട്ടുണ്ടായിരുന്നു. നാരദൻ ഈ വിവരം കേട്ട സ്പോട്ടിൽ അവിടെ നിന്ന് പോയി. നാരദൻ അങ്ങനെ പരിപാടി ഉണ്ടല്ലോ. നാരദൻ നേരെ ഭൂമിയിലേക്ക് ചെന്നു. ഹാരിതായൻ ആ സമയത്ത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഈ ത്രിപുര രഹസ്യം മുഴുവൻ കറങ്ങിയിരിക്കുന്നത് ഇവിടെയാ, മധുരയിലാണ്, ഹാലാസ്യത്തിലാണത്. മധുരയിലിരുന്ന് ഹാലാസ്യത്തിലുള്ള മീനാക്ഷിയെ തൊഴുതുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് നാരദൻ വന്നു. നാരദൻ ചോദിച്ചു, ഹരിതായന, ഇങ്ങനെ വിവരം കേട്ടല്ലോ ബ്രഹ്മലോകത്തുനിന്ന്, ഇതൊന്ന് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടു എന്നല്ലാതെ എനിക്ക് എഴുതാൻ അറിഞ്ഞൂടാ. അങ്ങനെയുണ്ട്. നമുക്ക് കേട്ട മുഴുവൻ നമുക്ക് എഴുതാൻ പറ്റുമോ? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. കേട്ടു, എന്തൊക്കെയോ മനസ്സിലായി, പക്ഷെ കേട്ടത് അതുപോലെ അവതരിപ്പിക്കണമെങ്കിൽ പ്രതിഭ ഉണ്ടാവണം. ആ പ്രതിഭ എനിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലേ, ബ്രഹ്മലോകത്ത് ഓൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ എഴുതുന്നാ പറയുന്നത്. ഇനി ആരീതായന സംഹിത എന്ന് പേര് വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ത്രിപുര രഹസ്യത്തിന് ആരീതായന സംഹിത എന്ന് പേരുണ്ട്. ഹരിതായന സംഹിത എന്ന് പേര് വരെ ഉണ്ടാവും. അങ്ങനെ ഹരിതന് വലിയ വിഷമായി, എനിക്കിത് പറയാം, ഹരിതായനന് വലിയ വിഷമായി, എനിക്കിത് ആ എഴുതാൻ പറ്റില്ലല്ലോ എന്ന് വലിയ വിഷമായി. ആ വിഷമത്തിന്റെ ഫലമായി ആ സമയത്ത് ബ്രഹ്മാവ് നേരിട്ട് പ്രത്യക്ഷനാവുകയും ഇദ്ദേഹത്തിന് ആ ആ അറിവ് പ്രചരിപ്പിക്കുവാനുള്ള അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഹാരിതന്റെ തനയനായിട്ടുള്ള ഈ കുഞ്ഞിൽ നിന്ന് ശിവൻ വിഷ്ണുവിനും വിഷ്ണു ബ്രഹ്മാവിനും അതുവഴി ദേവലോകത്തും പരന്നിരുന്ന വിദ്യ ദത്തരൂപത്തിൽ, ഇതുപോലെ നകുലീശനായിക്കൊണ്ട് ശിവൻ പാശുപത സൂത്രത്തെ പ്രകാശിപ്പിക്കാൻ വന്നതുപോലെ ദത്തരൂപത്തിൽ വന്ന് ആ ദത്താത്രേയനിലൂടെ, പരശുരാമനിലൂടെ വന്ന ആ വിദ്യ മനുഷ്യരിലേക്ക് ഇതുവഴി എത്തി. അത് വിശാലമായിക്കൊണ്ട് ആത്മവിദ്യയുടെ വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളെ, ബോധത്തിന്റെ തലങ്ങളെ, മനസ്സിന്റെ തലങ്ങളെ, ഉണർച്ചയുടെ തലങ്ങളെ, സ്വപ്നത്തിന്റെ തലങ്ങളെ, സുഷുപ്തിയുടെ തലങ്ങളെ, സത്സംഗത്തിന്റെ പൊരുളിനെ, ഇങ്ങനെ വിശാലമായിട്ടുള്ള വിഷയങ്ങളിലൂടെ ത്രിപുര രഹസ്യം സഞ്ചരിക്കുകയാണ്. പിന്നെ ഈ വരുന്ന 22 ദിവസങ്ങളുണ്ട്. ആ 22 ചാപ്റ്റേഴ്സ് ആണ്. 22 ചാപ്റ്റേഴ്സ് 20 ദിവസം എന്നായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ 22 ദിവസങ്ങൾ വേണ്ടി വരും. ഇന്നത്തെ കൂട്ടി 24 ദിവസം വേണ്ടി വരും. ആ ദിവസങ്ങളിലൂടെ നമുക്ക് സഞ്ചരിച്ച് ഓരോ ചാപ്റ്ററിലൂടെയും കടന്ന് അതിലെ ധ്യാനത്തെയും അതിലെ ആന്തരികാർത്ഥത്തെയും ആഴത്തിൽ വിചിന്തനം ചെയ്തു പോകാം എന്നാണ് ത്രിപുര രഹസ്യത്തിൽ വിചാരിക്കുന്നത്. വലിയൊരു ടെക്സ്റ്റാണ്, വലിയൊരു മാർഗമാണ്. ഭാരതത്തിൽ ഒരുപാട് മഹാത്മാക്കൾ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. രമണ മഹർഷിയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ആനന്ദകുമാരസ്വാമി ത്രിപുര രഹസ്യം കോട്ട് ചെയ്തിട്ടുണ്ട് പല ഭാഗത്തും. അങ്ങനെ വലിയ
ഒരു ഒരു അന്വേഷണം ഉള്ള ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് മേടിക്കാൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൺലൈനിൽ കിട്ടും, ആമസോണിൽ കിട്ടും. രാമാനന്ദ സരസ്വതി എഴുതിയ ടെക്സ്റ്റ് ആമസോണിൽ വാങ്ങാൻ കിട്ടും. വാങ്ങാം. അതിൽ സംസ്കൃതം ഉള്ളത് നോക്കിയാൽ ചിലത് കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെ ഉണ്ടാവും. അതിനെ നോക്കാം. നമുക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ടെക്സ്റ്റ് വായിക്കാം. യോഗവാസിഷ്ടത്തിനോട് സിദ്ധഗീത എന്ന് പറയുന്നൊരു ഭാഗം ഇതിൻ്റെ അകത്തുണ്ട്. സിദ്ധഗീത, അത് വിദ്യാഗീത, ടെക്സ്റ്റ് അവസാനിക്കുന്ന വിദ്യാഗീത എന്ന് പറയുന്നതിലാണ്. ആ കൃതി ശിവശക്തികളാണ് പൂർണ്ണമായും എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് അതിൻ്റെ തുടക്കവും അവസാനം. ഓം എന്ന ശബ്ദത്തിൻ്റെ പൊരുളിനെ പറഞ്ഞുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ചേർക്കാവുന്ന ധ്യാനങ്ങളെല്ലാം ഈ വിഷയത്തിൽ നിന്നിട്ട്, ഈ ടെക്സ്റ്റിൽ നിന്നല്ല, മറ്റ് തന്ത്ര വിഷയങ്ങളിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് ധ്യാനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ധ്യാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ത്രിപുരൈ നമ എന്ന് പറയുന്നിടത്ത് ത്രിപുരാംബിക മറ്റൊന്നല്ല ഹ്രീങ്കാരം തന്നെയാണ് എന്നർത്ഥം പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓം ഹ്രീം എന്ന് ഈ ടെക്സ്റ്റിനെ നമുക്ക് ചെറുതാക്കാം. ആ ഓം ഹ്രീം ശിവനും ശക്തിയാണ്. അങ്ങനെ നമുക്ക് ഈ അറിവിൻ്റെ വലിയ ഒരു എന്താ പറയുക ലോകത്തിലേക്ക് പ്രവേശിക്കാം. ത്രിപുരാരഹസ്യം പോലുള്ളൊരു മഹാകൃതി വിചിന്തനം ചെയ്യാൻ അവസരം ഉണ്ടാക്കിയ പരാശക്തിക്കും നിങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താം. നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലല്ലോ. നമുക്ക് നാളെ മുതൽ ചെയ്യാം. നാളെ മുതൽ തുടങ്ങുന്നുണ്ടോ ചേട്ടാ? ഓ, നാളെ തൊട്ട് തുടങ്ങാം. ഓക്കെ, ആ നാളെ മറ്റന്നാൾ തുടങ്ങാം. അല്ലെങ്കിൽ ഓ, രാമചന്ദ്രൻ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ദിവസം തുടങ്ങാം, കുഴപ്പമില്ല. ഒരു ദിവസം ഗ്യാപ്പ് ഇടാം. ആ ശരി ശരി, മറ്റന്നാൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആയിക്കോട്ടെ. ഓ ശരി. എല്ലാവർക്കും നമസ്കാരം. നമഃശിവായ.